മഞ്ജു വാര്യരുമായിട്ട് ഞാൻ റിലേഷൻഷിപ്പിലാണ്, പ്രണയത്തിലാണ്. എന്തിനാണ് ഇത് ആവർത്തിക്കുന്നത്? വിവാഹേതര ബന്ധം എന്നൊക്കെ പറയാവുന്ന ഒരു ക്ലോസിനകത്ത് നിർത്താവുന്ന ഒരു കാര്യമാണ്. വേറെ ഐ ഡി വഴി എന്നെ കോൺടാക്ട് ചെയ്തു മഞ്ജു വാര്യർ. എന്നിട്ട് ഭയങ്കരമായിട്ട് കരയുകയാണ് അവർ പറയുന്നു നിൻ്റെ ലൈഫിൽ ഇനി വേറെ ആൾ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ റൊമാൻറ്റിക്കായിട്ട് ഏതാണ്ട് 1.5 വർഷം ഞങ്ങൾ കോൺടാക്റ്റിലാണ്, ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഞാനും ഇവരുമായിട്ട് കോൺടാക്റ്റിലുണ്ട് എന്ന് അറിഞ്ഞാൽ ആ നിമിഷം കൊല്ലപ്പെടുമെന്നാണ് പറയുന്നത്. ഒന്നാമത് ഞങ്ങൾ തമ്മിലുള്ളത് വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള കോൺവെർസേഷനാണ്. അതുകൊണ്ട് തന്നെ ഇത് ഒരിക്കലും ഞാൻ റെക്കോർഡ് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമില്ല. ഈ പുറത്ത് വിട്ട ഓഡിയോയ്ക്കകത്ത് മഞ്ജുവിൻ്റെ ശബ്ദമല്ല. ഇല്ല കാര്യം അതിനകത്ത് സ്പെസിഫിക് പോർഷൻസിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ ആണെന്ന് മനസ്സിലാവും. സാനൽ ഈ പറയുന്നത് പൊട്ടത്തരമാണ്, ഇയാൾ ഇങ്ങനെ ഇത് ഞാൻ എൻ്റേതല്ല എന്ന് ഒരു വരി അവർ പറഞ്ഞിട്ടുണ്ടോ? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പച്ചക്ക് എഴുതി വെച്ചിട്ടുണ്ട്, അതിനകത്ത് ഒരുപാട് ഓർഗനൈസ്ഡ് സെക്ഷൽ ഒഫൻസസ് നടന്നിട്ടുണ്ട്. അല്ല, മോഹൻലാലിലേക്ക് എനിക്ക് വിരൽ ചൂണ്ടാവും, അയാളല്ല എന്ന് പറയാം. കുറേ കാലം വലിയ പ്രചരണം ഉണ്ടായിരുന്നത് ഞാൻ മാനസികമായിട്ട് എന്തോ പ്രശ്നത്തിലാണ്, ഹാലൂസിനേഷനിലാണ് എന്നാണ് നടക്കുന്നതാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള ഒരുപാട് സ്ത്രീകളുടെ ലൈഫിന് ത്രെട്ടുണ്ട്. റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന സാധനമില്ലേ, അക്കൗണ്ടബിലിറ്റി ഇല്ലേ സർക്കാരിനും പോലീസിനും ഒക്കെ. നമസ്കാരം പ്രേക്ഷകർ, എന്നോടൊപ്പം സനൽകുമാർ ശശിധരനാണ് ചേരുന്നത്. ഞാൻ പ്രേക്ഷകരോട് അഭ്യർത്ഥിക്കുന്നത് ഇതൊരു ബയസ്ഡ് ആയിട്ടൊരു ഇന്റർവ്യൂ ആയിരിക്കില്ല. പല കമന്റ് സെക്ഷനിലും പ്രേക്ഷകർക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടെ വെച്ചുകൊണ്ടായിരിക്കും സനലിനോട് ഓരോ ചോദ്യങ്ങളും ചോദിക്കുക. കുറച്ചധികം വർഷങ്ങളായിട്ട് നീണ്ടു നിൽക്കുന്ന പല വിവാദങ്ങളും ഉണ്ട്. അതിനൊരു ഒത്തുതീർപ്പാകണം, അല്ലെങ്കിൽ അതിനൊരു തീർപ്പ് ഉണ്ടാകണം എന്നതാണ് സനലിന്റെ ആവശ്യം. എന്ത് തന്നെയായാലും വളരെ ബ്ലണ്ടായിട്ടായിരിക്കും ചോദ്യങ്ങൾ ചോദിക്കുക. അഭിമുഖം പൂർണ്ണമായും കാണുമെന്ന പ്രതീക്ഷയോടെ സനൽകുമാർ ശശിധരനിലേക്ക്. സനൽ നമസ്കാരം. ആദ്യത്തെ ചോദ്യം, പല ആളുകളും ഇതുപോലെ പലതവണ സനൽ പറയുന്നൊരു കാര്യമാണ്, മഞ്ജു വാര്യരുമായിട്ട് ഞാൻ റിലേഷൻഷിപ്പിലാണ്, പ്രണയത്തിലാണ്. ഇതുപോലെ പല തവണ ഇതുപോലെ സ്റ്റേറ്റ്മെൻറ്റ്സ് പറഞ്ഞിട്ടുണ്ട്, പ്രസ് മീറ്റ്സ്, ബൈറ്റിൽ, ഇൻ്റർവ്യൂസിൽ. എന്തിനാണ് ഇത് ആവർത്തിക്കുന്നത്? അവർക്കതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യമില്ലാത്തിടത്തോളം കാലം ആ കേസ് ക്ലോസ്ഡ് അല്ലേ? അല്ല, അതായത് ഇതിപ്പോൾ ഞാനും മഞ്ജു വാര്യരും തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് പറഞ്ഞത് 2022 മെയ്യിലാണ്. 2022 മെയ് മാസം 4-ാം തീയതി എന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. ഈ അറസ്റ്റ് ചെയ്യുന്ന സമയത്താണ് ഞാനിത് പറയുന്നത്, ഞങ്ങൾ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്, ഞങ്ങളെ കാണാൻ അനുവദിക്കാതിരിക്കാനാണ് ഈ അറസ്റ്റും കേസും എന്നൊക്കെ പറയുന്നത്. ആ സമയത്താണ്. അതിന് മുൻപ് ഒരിടത്തും ഞാനത് പറഞ്ഞിട്ടില്ല. അതിനുശേഷം ഞാനിത് ആവർത്തിക്കുന്നത് 2024 ഡിസംബറിലാണെന്ന് തോന്നുന്നു. കാരണം അത് ആ സമയത്ത് ഞങ്ങൾ തമ്മിൽ ശരിക്കും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ എൻ്റെ സ്റ്റോറി നടക്കുന്നത് 2019 ഞാൻ ഈ കയറ്റം എന്ന് പറയുന്ന സിനിമ ചെയ്യുന്നതോടെയാണ്. 2019 ഞങ്ങൾ 2018 ഞങ്ങൾ സംസാരിച്ചു തുടങ്ങുന്നത്, കണ്ടുമുട്ടുന്നത്. 2019 ഈ സിനിമ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയാവുന്ന ഒന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ഒരു അട്രാക്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ അവരോട് പറഞ്ഞു എനിക്കൊരു സ്പിരിച്വൽ അട്രാക്ഷൻ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് അത് മുന്നോട്ടൊന്നും പോയിട്ടില്ല. അന്ന് ഞാൻ വിവാഹിതനാണ്. പിന്നെ ഈ പറയുന്ന പോലെ വിവാഹേതര ബന്ധം എന്നൊക്കെ പറയാവുന്ന ഒരു ക്ലോസിനകത്ത് നിർത്താവുന്ന ഒരു കാര്യമാണ്. എനിക്കൊരു അട്രാക്ഷൻ ഉണ്ടെന്ന് ഞാനൊരു ആളിനോട് പറഞ്ഞു. അവരൊരു ആർട്ടിസ്റ്റാണ്, എനിക്ക് താല്പര്യമുണ്ടായിരുന്നു. അവരത് പറഞ്ഞത് ഇങ്ങനെയാണ് പറഞ്ഞത്, സനൽ നിങ്ങളൊരു നല്ല മനുഷ്യനാണ്, എന്നെപ്പോലെ ഒരാൾ എന്ന് പറഞ്ഞിട്ട് പകുതിയിൽ നിർത്തി. അപ്പോൾ എനിക്കത് ഒരു നിരാസമായിട്ടോ അല്ലെങ്കിൽ അക്സെപ്റ്റൻസ് ആയിട്ടോ തോന്നിയില്ല, അത് മുന്നോട്ട് പോയില്ല. പക്ഷേ ഞങ്ങൾ സിനിമ ചെയ്തു, സിനിമ പൂർത്തിയായി. അടുത്ത സിനിമ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ കരാർ എഴുതി. ഞങ്ങൾ തമ്മിലൊരു ആർട്ടിസ്റ്റിക് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് അല്ലാതെ തന്നെ വളർന്നു വന്നു. ഞങ്ങൾ തമ്മിൽ ഒരുപാട് സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ സിനിമ പൂർത്തിയായിട്ട് സിനിമ പുറത്തിറങ്ങാത്ത അവസ്ഥ വന്നപ്പോൾ ഞാൻ ഇവരുമായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ഞങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ബ്ലോക്ക്ഡാണ്. അതെന്താണെന്ന് അന്വേഷിക്കാൻ പോകുമ്പോഴാണ് മനസ്സിലാവുന്നത് ഈ സിനിമ പുറത്തിറങ്ങാത്തതിന് കാരണം ഞങ്ങൾ തമ്മിലുള്ള ബന്ധമാണെന്ന്. അത്രയും ബന്ധം ഞങ്ങൾ തമ്മിൽ സത്യം പറഞ്ഞാൽ ഇല്ലായിരുന്നു. ഇന്ന് നിങ്ങൾ ഏത് വഴി അറിയുന്നത്? ഞാൻ ഇവരെ കാണാൻ പോകുന്നു. ഓക്കെ. ഞാൻ ആദ്യം ഫോൺ ചെയ്യാനൊക്കെ ശ്രമിച്ചു, നടന്നില്ല. അങ്ങനെ കോട്ടയത്തൊരു പ്രോഗ്രാമിൽ വരുമ്പോൾ ഞാൻ അവരെ കാണാൻ പോകുന്നു. ഈ കാണാൻ പോകുമ്പോൾ ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ബനീഷ് ചന്ദ്രൻ എന്ന് പറയുന്നിട്ട് ഇവരുടെ ഒരു മാനേജർ എന്നാണ് പറയുന്നത്. അയാളൊന്ന് പറയുന്നു, ചേട്ടാ നമുക്ക് പുറത്തിറങ്ങി നിന്ന് സംസാരിക്കാമെന്ന് പറയുന്നു. ഈ ഹാളിൽ നിന്ന് ഞങ്ങൾ പുറത്തിറങ്ങി നിന്നു. ഒരു വണ്ടി വന്ന് നിൽക്കുന്നു. ഇവരെ കുറേ ആളുകൾ ചേർന്ന് തള്ളിക്കയറി വണ്ടിക്കകത്ത് തള്ളിക്കയറ്റുന്നു, ഓടിച്ചു പോകുന്നു. അത് ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ എൻ്റെ ഒരു അസിസ്റ്റൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അയാൾ എന്നോട് ചോദിക്കുന്നത്, സാറേ ഇതെന്താണ്, ഇവരെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയതാണോ എന്നാണ് ചോദിക്കുന്നത്. ആ രീതിയിലായിരുന്നു, വളരെ ഡ്രാമാറ്റിക് ആയിട്ടുള്ളൊരു സംഗതി. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഞങ്ങളെ തമ്മിൽ പരസ്പരം കാണാൻ സമ്മതിക്കാത്ത രീതിയിൽ അത്രയും വലിയ ഗൂഢാലോചനകൾ നടക്കുന്നു. എനിക്ക് അതുവരെ എനിക്കറിയില്ലായിരുന്നു. എന്നിട്ട് ഞാൻ കരുതി ഇവരെന്തായാലും പ്രതികരിച്ചില്ല, ഒന്നും മിണ്ടിയില്ല. അപ്പോൾ പിന്നെ ഇവർ സംസാരിക്കുന്നതേ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് മുഴുവനും ഡ്രോപ്പ് ചെയ്തു. ഏതാണ്ട് ഒരു 4-5 മാസത്തിന് ശേഷം, ഇത് നടക്കുന്നത് 2021 ഡിസംബറിലാണ് ഞാൻ ഇവരെ കോട്ടയത്ത് കാണാൻ പോകുന്നത്.
അതിനുശേഷം ഈ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൻ്റെ പുനർവിചാരണമല്ല പുനരന്വേഷണമൊക്കെ നടക്കുന്ന സമയത്ത് ഞാൻ ഇവരെ ഒബ്സർവ് ചെയ്യുമ്പോൾ ഇവർ സ്വന്തമായിട്ടല്ല ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ഇവർ ആരുടെ ഒരു ക്ലച്ചസിലാണെന്ന് എനിക്ക് തോന്നി. നേരത്തെ തന്നെ ഈ ഇൻസിഡൻറ്റോടെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഈ പർട്ടിക്കുലർ ഇൻസ്റ്റൻസിൽ ഈ പുനരന്വേഷണം നടക്കുന്ന സമയത്ത് ഇവരുടെ മൊഴി എടുത്തതിൻ്റെ അന്ന് രാത്രി ആ ഇൻവെസ്റ്റിഗേഷൻ ടീം ഡിസ്മാൻഡിൽ ചെയ്തു. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വലിയ എന്തോ സംഗതി ഉണ്ട് എന്ന് മനസ്സിലാവുന്നത്. ആ പുനരന്വേഷണത്തിൻ്റെ നാൾ വഴികൾ അന്വേഷിച്ചിട്ട് പോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും. കാരണം പലതവണ ഈ പുനരന്വേഷണം തടസ്സപ്പെട്ടു. ഈ ദിലീപ് എന്ന് പറയുന്ന ആളിൻ്റെ ഫോണ് പിടിച്ചെടുക്കാൻ വേണ്ടി ഓർഡർ ഇട്ടു, അയാൾ കൊടുത്തില്ല. ഹൈക്കോടതി ഓർഡർ ഇട്ടിട്ട് അയാൾ കൊടുത്തില്ല. അത് കൊണ്ട് ഇറേസ് ചെയ്യാൻ വേണ്ടി ബാംഗ്ലൂർ എന്തോ കൊണ്ട് പോയിട്ട് വരുന്നു. അങ്ങനെ മൊത്തത്തിൽ ഒരു ഡ്യൂ പ്രോസസ് ഓഫ് ലോയെ മുഴുവൻ അട്ടിമറിക്കുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നു. ഞാനിതെല്ലാം ഒബ്സർവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്ക് അവരോട് താല്പര്യമുള്ള ഒരു ആളാണ്, എൻ്റെ സിനിമയിൽ അഭിനയിച്ച ആളാണ്, ഞങ്ങൾ പരിചയമുള്ള ആളാണെന്നുള്ള നിലയിൽ ഞാൻ ഒബ്സർവ് ചെയ്യുന്നതാണ്. ആ സമയത്താണ് എനിക്ക് മനസ്സിലാവുന്നത് ഞാൻ കരുതുന്നതിലും എന്തോ വലിയ ട്രബിൾസമായിട്ടുള്ള ഒരു ഇതിലാണ് ഇവരുള്ളത് എന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും ഇവർക്ക് മെസ്സേജ് അയച്ചു. ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത്, നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, നിങ്ങൾ എന്തെങ്കിലും ത്രെട്ട് ഉണ്ടോ? കാരണം എനിക്ക് നേരത്തെ തന്നെ ഈ കയറ്റം എന്ന് പറയുന്ന സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഇവരുടെ കൂടെ ഈ ബിനീഷ് ചന്ദ്രൻ എന്ന് പറയുന്ന ആളുണ്ട്, വേറൊരു ബിനു നായർ എന്ന് പറയുന്ന ആളുണ്ട്. ഇവരെ ഇടം വലം തിരിയാൻ അനുവദിക്കാത്ത രീതിയിൽ ആണ് ഇവർ കൊണ്ടുപോകുന്നത്. അപ്പോൾ അന്ന് തന്നെ എനിക്ക് തോന്നിയിരുന്നു ഇവർ തമ്മിൽ എന്തോ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഇതിലാണ്, ഒരു കേജ്ഡ് ആയിട്ടാണ് ജീവിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിരുന്നു. പിന്നീട് ഈ കോട്ടയത്ത് പോയ സംഭവം കൂടി ആയപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർ ടോട്ടലി കൺട്രോൾഡ് ആണെന്ന്. ഈ വിഷയം കൂടി ആയപ്പോൾ ഈ അന്വേഷണ സംഘത്തിന് ഇവരുടെ മൊഴിയെടുത്തതിൻ്റെ അന്ന് ഡിസ്മാൻഡിൽ ചെയ്തപ്പോൾ എനിക്ക് വളരെയധികം പേടി തോന്നി. ഇവർ ജീവിച്ചിരിക്കുമെന്ന് തന്നെ എനിക്ക് പേടി തോന്നി. അപ്പോൾ ഞാൻ ഇവർക്ക് മെസ്സേജ് അയച്ചു, മെയിലും അയച്ചു. ഒരു തരത്തിലും മറുപടിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിത് എനിക്കറിയാവുന്നുള്ള കാര്യം ഞാൻ ഫേസ്ബുക്കിൽ എഴുതാൻ പോവുകയാണ്, നിങ്ങൾക്ക് അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എനിക്കിതിന് മറുപടി തരണം. ഒരു മറുപടി ഉണ്ടായില്ല. അങ്ങനെയാണ് 2022 ഏപ്രിൽ 26 ഞാൻ ഫേസ്ബുക്കിൽ ഇത് എഴുതുന്നത്. അതായത് എനിക്ക് സ്ത്രീ അറിയാം, ഇവർ മറ്റാരുടെ ക്ലച്ചസിലാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, അവരുടെ ലൈഫിന് ത്രെട്ട് ഉണ്ടെന്ന് എനിക്ക് ഭീതിയുണ്ട്, ഞാൻ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ട് നടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യം ഫേസ്ബുക്കിൽ എഴുതുന്നത്. ആ ഇഷ്യൂ അവിടെ തീരുമാനിക്കുന്നില്ലേ? അവർക്കൊരു കോള്, സനൽ ഇത് എനിക്ക് പ്രശ്നമൊന്നുമില്ല, സനലിന് തോന്നുന്നതാണ്, മിണ്ടിയിട്ടില്ല. 7 ദിവസം തുടർച്ചയായിട്ട് പത്രങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തു, ഞാൻ ഇതിൻ്റെ ഫോളോ അപ്പ് പോസ്റ്റുകളിട്ടു, ഒന്നും നടന്നിട്ടില്ല. 2022 മെയ് 4 ഞാൻ രാഷ്ട്രപതിക്കും ചീഫ് ജസ്റ്റിസിനും ഒരു കത്തെഴുതി. ഇത് മാത്രമല്ല, അന്ന് പോലീസിൻ്റെ അന്വേഷണം പലയിടത്തും ഡിസ്മാൻഡിൽ ചെയ്ത പല കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള, എൻ്റെ ഫ്രണ്ട് കൊല്ലപ്പെട്ട പ്രദീപിൻ്റെ കാര്യം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും സൂചിപ്പിച്ചുകൊണ്ട് ഞാനൊരു കത്തെഴുതി. കേരളത്തിൻ്റെ ലോ ആൻഡ് ഓർഡർ എന്തോ പ്രശ്നത്തിലാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്, അതിനകത്ത് ഇടപെടണമെന്ന് പറഞ്ഞിട്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് വിചാരിക്കുക അതൊരു വട്ട് ആയിട്ടുള്ള ഒരാളുടെ ഒരു ആക്ട് ആയിരിക്കാം. ഓക്കെ, ഞാൻ അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ ഒരാളും ചെയ്യില്ലായിരിക്കും, ഞാൻ ചെയ്തു. അന്ന് രാത്രി 12 മണിക്കാണ് എനിക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളതായിട്ട് കാണുന്നത്. പിറ്റേ ദിവസം 11 മണിക്ക് എന്നെ പാറശാല, ഞാനൊരു ക്ഷേത്രത്തിൽ പോകുന്ന വഴിക്ക് എന്നെ ഒരു ഇന്നോവ കാറ് ചേസ് ചെയ്ത് ക്രോസ് ചെയ്ത് നിർത്തി എന്നെ പിടികൂടുന്നു. പോലീസുകാരാണോ എന്ന് എനിക്കറിയില്ല. ഒരു 4-5 പേര് വരുന്നു, എന്നെ ചേർത്ത് നിർത്തുന്നു, എൻ്റെ ഡോറ് വലിച്ചു തുറക്കാൻ ശ്രമിക്കുന്നു. എൻ്റെ കൂടെ എൻ്റെ സിസ്റ്ററൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ലൈവ് പോയി, ഫേസ്ബുക്ക് ലൈവ് പോയി. എനിക്കറിയില്ല. ഒന്നാമത്തെ കാര്യം, ഈ സിനിമ പൂർത്തിയായതിനു ശേഷം എനിക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. പലപ്പോഴും എനിക്ക് ചേസിങ് ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കേരളത്തിൽ നിൽക്കാതെ ഞാൻ തമിഴ്നാട്ടിൽ പോയി എൻ്റെ അനിയത്തിയുടെ വീട്ടിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഇത് ലൈവ് പോയപ്പോൾ ഇത് മീഡിയ ശ്രദ്ധിച്ചു. അതിനുശേഷം അപ്പോഴാണ് അറിയുന്നത് എനിക്കെതിരെ മഞ്ജു വാര്യർ പരാതി കൊടുത്തിട്ടുണ്ട് എന്നും. എന്നെ പിടിക്കാൻ വന്ന പോലീസുകാർ തന്നെ പറയുന്നത്, ഞാൻ പോലീസാണെന്ന് പറയുന്നത് പോലും ഈ ലൈവ് പോയതിന് ശേഷമാണ്. എന്നിട്ട് അവരുടെ കയ്യിലൊരു ബ്ലാങ്ക് പേപ്പറാണ് ഉണ്ടായിരുന്നത്. ആ പേപ്പറിൽ സെക്ഷനൊക്കെ എഴുതി ചേർത്തിട്ടാണ് പാറശാല പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി എൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്, ബെയിലബിൾ ഒഫൻസിൽ. അതായത് എന്നെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ വിടാം. എന്നെ അവിടെ വിട്ടില്ല. എന്നെ അവർ നേരെ എളമക്കര പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. എളമക്കര പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി രാത്രി ഒരു 10:30 ആയപ്പോഴാണ് എളമക്കര എത്തുന്നത്. അന്ന് എറണാകുളത്തുള്ള എല്ലാ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരും അവിടെ ഉണ്ട്. അവർക്ക് വേണ്ടത് ഒരേ ഒരു കാര്യമാണ്, എന്തിനാണ് ഞാൻ മഞ്ജു വാര്യരെ കാണാൻ ശ്രമിക്കുന്നത്.
ഞാൻ പറഞ്ഞു ഇതാണ് ഞാൻ ഇവരും ചേർന്നൊരു സിനിമ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ പരസ്പരം സംസാരിച്ചിട്ടുണ്ട്, അതിനുശേഷം ഞങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ബ്ലോക്കായി, ഇവരുടെ ലൈഫിന് ത്രെട്ട് ഉണ്ടെന്ന് എനിക്കൊരു ഭീതിയുണ്ട്, ഞാനത് ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ട്, ഇതേപ്പറ്റി ഞാനൊരു കംപ്ലയിൻറ്റ് പലയിടത്തും കൊടുത്തിട്ടുണ്ട്. ഇവർക്കിതൊന്നും നോക്കാനുള്ള താല്പര്യമില്ല. അവർ പറയുന്നത് നിങ്ങൾ ഇനി സ്ത്രീയെപ്പറ്റി സംസാരിക്കുകയോ അവരെ കാണാൻ ശ്രമിക്കുകയോ ചെയ്യരുത്, ചെയ്തു കഴിഞ്ഞാൽ തട്ടിക്കളയും, പച്ചയ്ക്ക് പറയുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പോൾ CCTV ഉണ്ടോ എന്ന് നോക്കുമ്പോൾ CCTV ഒന്നുമില്ല, അത് സിനിമയിലാണെന്ന്. അത് ഒരു ടെറർഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ എന്നെ പോലീസാണ് ഈ ഭീഷണി? അല്ല, എളമക്കര പോലീസ്. അന്നത്തെ എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർ VU കുര്യാക്കോസൊക്കെ ഉണ്ട്. അദ്ദേഹമാണ് എന്നോട് പറയുന്നത് ഇനി മേലാൽ ഇത് പിന്നെ ഇവരെ പറ്റി ചിന്തിക്കുക പോലും ചെയ്ത് കഴിഞ്ഞാൽ തീർത്തുകളയെന്ന് പറയുന്നത്. ഒരു പോലീസ് ഒരു പോലീസ് CI അയാളുടെ സർവീസ് റിവോൾവർ എടുത്ത് കാണിച്ചിട്ട് പറയുന്നു ഇത് വെറുതെ അല്ല, വേണമെങ്കിൽ ഉപയോഗിക്കാനാണെന്ന്. എന്നിട്ട് രാത്രി 12-12:30 ആയപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാത്ത ഒരു അഡ്വക്കേറ്റിനെ കൊണ്ടുവന്നിട്ട് പറയുന്നു നിങ്ങളിവിടെ എഴുതി വെച്ചിട്ട് ഇനി മഞ്ജു വാര്യരുമായിട്ട് ഞാൻ കാണാൻ ശ്രമിക്കില്ല എന്ന് എഴുതി വെച്ചിട്ട് നിങ്ങൾ വീട്ടിൽ പൊക്കോളാൻ, സ്റ്റേഷൻ ബെയിലിൽ പൊക്കോളാൻ. ഞാൻ പറഞ്ഞത് പറ്റില്ല, കാരണം എനിക്ക് പരിചയമില്ലാത്ത സ്ഥലം, പരിചയമില്ലാത്ത ആളുകൾ. ഞാൻ പറഞ്ഞു എന്നെ കോടതിയിൽ ഹാജരാക്കിയിട്ട് ഞാൻ ബെയിലെടുക്കാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം കോടതിയിൽ ഹാജരാക്കി എനിക്ക് ബെയിൽ കിട്ടുകയും ചെയ്തു. അന്ന് പിടിച്ചെടുത്ത ഫോണുകളുണ്ട്, 2 മൊബൈൽ ഫോണുകളുണ്ട്. ഈ കയറ്റം എന്ന് പറയുന്ന സിനിമ ഞാൻ എൻ്റയർലി ഷൂട്ട് ചെയ്യുന്നത് ഈ ഐഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അതിനുശേഷം ഒരുപാട് മലയാള സിനിമകൾ ഐഫോണിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ 2019 ആദ്യമായിട്ട് ഞങ്ങളാണ് പിന്നെ ഈ സിനിമ ഫുൾ സിനിമ മൊബൈലിൽ ഷൂട്ട് ചെയ്യുന്നത്. ആ സിനിമ ആ മൊബൈൽ ഫോൺ ഉൾപ്പെടെ ഇവർ പിടിച്ചു വെച്ചിട്ട് ഇതുവരെയും തന്നിട്ടില്ല. 2 മാസം ഞാൻ ഫുള്ളി ഈ ലോകത്തേ ഇല്ല എന്നുള്ളൊരു അവസ്ഥയിലായിരുന്നു, ആരുമായിട്ടും ഒരു കോണ്ടാക്റ്റും ഇല്ല. 2 മാസം കഴിഞ്ഞിട്ട് ഞാൻ ഫേസ്ബുക്കിലേക്ക് മടങ്ങി വന്നപ്പോൾ ഒരു ID വഴി, അവരുടെ IDയിലല്ല വേറൊരു ID വഴി എന്നെ കോൺടാക്ട് ചെയ്തു മഞ്ജു വാര്യർ. എന്നിട്ട് ഭയങ്കരമായിട്ട് കരയുകയാണ് അവർ. മഞ്ജു കോൺടാക്ട് ചെയ്തു? യെസ്. ഓക്കെ. അവർ ഭയങ്കരമായിട്ട് കരയുകയാണ്. അപ്പം ഞാൻ പറയുന്നു നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഒന്നുകിലത് നിങ്ങൾ ഇതിനകത്ത് അറിയില്ല എങ്കിൽ നിങ്ങൾ പുറത്ത് പറയൂ, പബ്ലിക്കിനോട് പറയൂ. അവർ അതൊന്നും പറയാൻ താല്പര്യമില്ല, അവർ അതിനുള്ള ഇതില്ല. അവർ പറയുന്നു നിൻ്റെ ലൈഫിൽ ഇനി വേറെ ആൾ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ റൊമാൻറ്റിക്കായിട്ട്. ഞാൻ പറഞ്ഞു എനിക്ക് ഈ നാടകത്തിൽ താല്പര്യമില്ല. ഞാനൊരു 2-3 മാസം ഞങ്ങൾ അങ്ങനെ സംസാരിച്ചു എന്ന് തോന്നുന്നു. ഞാൻ ആ റിലേഷൻഷിപ്പ് കട്ട് ചെയ്തു, ആ സംസാരമേ കട്ട് ചെയ്തു. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നി. ഇവരിങ്ങനെ വിളിക്കുന്നു, കരയുന്നു. വളരെ ഇത് നടക്കുന്ന വർഷം 2022 സെപ്റ്റംബറിലോ മറ്റോ ആണ് ഇത് നടക്കുന്നത്. സെപ്റ്റംബറിലോ ഒക്ടോബറിലോ നവംബറിലോ എന്താണ് ഇവർ എന്നെ കോൺടാക്ട് ചെയ്യുന്നത്, പിന്നീട് കോൺടാക്ട് ചെയ്ത് സംസാരിക്കുന്നത്. അതിനുശേഷം ഞാൻ അമേരിക്കയിലേക്ക് പോയി. കാരണം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ട് ഞാൻ കരുതി ഈ എൻ്റെ കേസ് ഏതെങ്കിലും ഒരു കരയിലെത്തും, അതിനകത്ത് അവരന്വേഷണം നടക്കും, ഇതെല്ലാം കളവാണെന്ന് മനസ്സിലാവും, ഇത് തീരും. പക്ഷെ അത് നടക്കുന്നില്ല എന്ന് മാത്രമല്ല, എനിക്ക് ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ ഭയങ്കര ചേസിങ്. ഞാനൊന്ന് ഇടപെടുകയാണ്. അതായത് ഈ പോലീസ് കേസ് കൊടുക്കുന്ന മഞ്ജു, ആ പോലീസ് എളമക്കര പോലീസ് ഉൾപ്പെടെ താങ്കളോട് പറയുന്നു ഇനി ശല്യം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടാണ് പോയത്. അതെ. അത് കഴിഞ്ഞിട്ടാണ് മഞ്ജു താങ്കളെ കോൺടാക്ട് ചെയ്യുന്നതായിട്ട് താങ്കൾ പറയുന്നത്. അതെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയും കേസ് പോകുന്ന ആളുടെ അടുത്ത് താങ്കൾ പിന്നെ ഇങ്ങനെ സംസാരിക്കാൻ തോന്നുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല, ഇവരല്ല കേസ് കൊടുത്തതെന്നാണ് എനിക്ക് ആദ്യം മുതലേ ഉള്ള. കാരണം ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടെന്നേ, എനിക്ക് ഈ സ്ത്രീ അറിയാം. ഇവരൊരു സ്ട്രേഞ്ചർ അല്ല എന്നെ സംബന്ധിച്ച്. 2018 മുതൽ 2018 എനിക്ക് മെസ്സേജ് അയച്ചിട്ടാണ് ഞങ്ങൾ കോൺടാക്റ്റ് ആകുന്നത്. ഞാൻ സെക്സി ദുർഗ എന്ന് പറയുന്ന സിനിമ കാണണമെന്ന് പറഞ്ഞിട്ട്. അന്ന് മുതൽ 2022 ഈ സംഭവം നടക്കുന്നത് വരെ ഞങ്ങൾ പലപ്പോഴായിട്ട് സംസാരിക്കുന്നത് ഇവരല്ല എന്നാണ് ഞാൻ എൻ്റെ ഇത്. അങ്ങനെയാണെങ്കിൽ ആരാ എനിക്കറിയില്ല. അതാ ഞാൻ പറയുന്നത്. ചോദിക്കാമല്ലോ, ഇങ്ങനെ മഞ്ജുവിന്റെ പേരിൽ ഒരു പരാതി വന്നിട്ടുണ്ട് എന്ന് ആര് പറയും? മഞ്ജുവിനോട് ഞാൻ ചോദിച്ച കാര്യമല്ല ഞാൻ പറയുന്നത്. മഞ്ജുവിനോട് ചോദിക്കുമ്പോൾ ആണ് പറയുന്നത് എനിക്കറിയില്ല എന്ന് പറയുന്നത്. ഞാനല്ല ചെയ്തിട്ടുള്ളതെന്ന് മഞ്ജു പറയുന്നത്. ഇത് ഞാൻ പറഞ്ഞല്ലേ 2022 ഒക്ടോബറിലോ സെപ്റ്റംബർ ഒക്ടോബറൊക്കെ ആണെന്നൊന്നും ഇവരെന്നെ കോൺടാക്ട് ചെയ്യുന്നത്. അപ്പോഴും ഇവർ പറയുന്നത് ഈ കേസിനെ പറ്റി അവർക്ക് അറിയില്ല, അവരല്ല ചെയ്തിരിക്കുന്നത്. പിന്നെ താങ്കൾ എന്തിനാണ് US പോകുന്നത്? എനിക്ക് ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ ചേസിങ് ഉണ്ട്. മഞ്ജു അപ്പോഴും താങ്കളുടെ കൂടെ കോൺടാക്റ്റിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇവർ കോൺടാക്റ്റിലുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു വോയിസ് റെക്കോർഡ് പുറത്തു വിട്ടു. അത് അവർ സംസാരിക്കുന്നത് ശബ്ദം മാറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. അതിൻ്റെ റീസൺ പറയുന്നത് അവർ കൊല്ലപ്പെടുമെന്നാണ്. അതിനകത്തൊരു ഒത്തന്റിക് അല്ലാത്തൊരു വോയിസ്. ഇതാണ് പ്രശ്നം. അല്ല, ഇതാണ് പ്രശ്നം. അതായത് ഞാനിപ്പോൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഇതിൻ്റെ ഓതൻറ്റിസിറ്റി ഇല്ലയെന്ന് പറയും. മഞ്ജു വാര്യർ എന്നെ ഒരു ഫേക്ക് ഐഡിയിൽ കോൺടാക്ട് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കളവ് പറയുകയാണെന്ന് പറയും. ഞാനൊരു വോയിസ് റെക്കോർഡ് പുറത്ത് വിട്ടിട്ട് ഇത് ഇവരുടെ വോയിസ് റെക്കോർഡാണ്, ഇത് ഇവർ ശബ്ദം മാറ്റി സംസാരിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അല്ല എന്ന് പറയും. അല്ല, കാരണം അത് മഞ്ജുവിന്റെ ഓഡിയോ ആണെന്ന് തോന്നിപ്പിക്കില്ല. ഒന്നുമില്ല, അതല്ലേ പ്രശ്നം. അത് അങ്ങനെ തോന്നിപ്പിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് ഒരു ഓഡിയോ ക്ലിപ്പ് സനലിന് അയക്കേണ്ട ആവശ്യം മഞ്ജുവിനുണ്ട്. സനൽ എനിക്ക് അയച്ചതല്ല,
ഞങ്ങൾ 2 വർഷം സംസാരിച്ചു. അതായത് 2023 മെയ്യിലാണ് ഞാൻ അമേരിക്കയിലേക്ക് പോകുന്നത്. ജൂണിൽ എന്തോ ആണ് വീണ്ടും അവർ എന്നെ കോൺടാക്ട് ചെയ്യുന്നത്. ആ സമയം മുതൽ ഏതാണ്ട് 1.5 വർഷം ഞങ്ങൾ കോൺടാക്റ്റിലാണ്. ഞങ്ങൾ സംസാരിക്കുമ്പോൾ വളരെ ഭയഭീതിയോടെയാണ് സംസാരിക്കുന്നത് ഇവർ. കാരണം ഇവർ പറയുന്നതെന്ന് വെച്ചാൽ ഞാനും ഇവരുമായിട്ട് കോൺടാക്റ്റിലുണ്ടെന്ന് അറിഞ്ഞാൽ ആ നിമിഷം കൊല്ലപ്പെടുമെന്നാണ് പറയുന്നത്. പക്ഷേ ഇത് ആരോട് പറയാൻ പറ്റും? ആരോട് പറഞ്ഞാൽ വിശ്വസിക്കും? ഞാനിത് ഈ വോയിസ് റെക്കോർഡ് ഒന്നാമത് ഞങ്ങൾ തമ്മിലുള്ളത് വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള കോൺവെർസേഷനാണ്. അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും ഞാൻ റെക്കോർഡ് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നൊരു കാര്യമില്ല. ഇതൊരു 2024 മറ്റോ ആണ്, 2023 നവംബറിലോ എന്തോ ആണ് ഞങ്ങൾ തമ്മിലൊന്നും ഒരു പ്രശ്നം ഉണ്ടായി, പിണങ്ങി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊന്നും പുറത്തും പറയുന്നില്ല, വെറുതെ ഇങ്ങനെ എന്നെ ബഗ് ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഇനി യാതൊരു കോൺടാക്റ്റും ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ യു എസിൽ പോയതിന് ശേഷം ബന്ധമുണ്ടായിരുന്നു, പിണങ്ങി. അതിനുശേഷം ഒരു 4-5 മാസം കഴിഞ്ഞിട്ട് ഇവർ തിരിച്ചു വന്നിട്ട് ഇവർ ഭയങ്കര ഡിപ്രഷനിലാണ്, നീ മൂവ് ഓൺ ചെയ്യണം, നമുക്ക് വേറെ എവിടെയെങ്കിലും വെച്ച് കാണാം, ഇങ്ങനെയൊക്കെ പറയുക. അപ്പം ഞാൻ പറഞ്ഞു, എന്തിനാണ് ഈ നാടകം കളിക്കുന്നത്? നിങ്ങൾക്കിത് തുറന്ന് പറഞ്ഞുകൂടെ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യൂ, നിങ്ങളാണ് കേസ് കൊടുത്തതെന്ന് പറഞ്ഞിട്ട് പറയൂ, പബ്ലിക്കായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇടുക, അതോടെ കാര്യം തീർന്നല്ലോ, ഞാനൊരു മാപ്പ് പറഞ്ഞിട്ട് അത് തീർത്താൽ പോരെ. ഇതൊന്നും നടക്കില്ല. ഇവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ലൈഫിനും ഇവരുടെ മകളുടെ ലൈഫിനും ഒക്കെ ത്രെട്ട് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇത് സത്യമാണെന്ന് ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ പറയുന്നു, ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്, ഇങ്ങനെ ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ഇതാണ് അവരുടെ വോയിസ് റെക്കോർഡ്, ഈ വോയിസ് ഇങ്ങനെ ആവാൻ കാരണം ഇത് എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സനിൽ പറയുന്നതിലല്ലേ വിശ്വാസ്യത? ഈ പുറത്ത് വിട്ട ഓഡിയോയ്ക്കകത്ത് മഞ്ജുവിൻ്റെ ശബ്ദമല്ല ഹരി. ഇതിനകത്തുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വോയിസ് ഞാൻ പറയുന്നില്ല, അതിനകത്ത് നിങ്ങൾക്ക് സ്പെസിഫിക് പോർഷൻസ് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ അത് മഞ്ജുവിൻ്റെതാണെന്ന് മനസ്സിലാവും. ഓഡിയോ 10 തവണ കൂടുതൽ കേട്ടതാണ് എന്റെ സ്റ്റോറി ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ കേട്ടതിൽ ഒരു ശബ്ദം പോലും സിനിമകൾ കാണുകയും സിനിമ കാണുന്നതിലല്ല, ഇവരുടെ ഒന്നാമത്തെ കാര്യം മഞ്ജുവാർ എത്രയോ സിനിമയും ലൈവ് പ്രോഗ്രാമും ടെലിവിഷൻ ഷോസും ഒക്കെ കാണുന്ന മലയാളി പ്രേക്ഷകർ പൊട്ടന്മാരല്ലോ. ഈ ശബ്ദം മഞ്ജുവിന്റെ ആണോ അല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ഇല്ല ഹരി. അതിനകത്ത് സ്പെസിഫിക് പോർഷൻസിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ ആണെന്ന് മനസ്സിലാവും. അത് പോട്ടെ, അതൊക്കെ വിടൂ. ഇനി ഞാൻ ഓഡിയോ പുറത്തു വിട്ടു, ആ ഓഡിയോ പുറത്തു വിട്ടു ഒരാൾ അത് മഞ്ജുവിന്റെ ഓഡിയോ ആണെന്ന് പറഞ്ഞു. എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട്. ആരും പറഞ്ഞിട്ടില്ല. ആ പോസ്റ്റിന് താഴെ തന്നെ, പോസ്റ്റിൽ താഴെ വരുന്ന കമന്റുകൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ബിലീവ് ചെയ്യാൻ പറ്റുമോ? എന്തുകൊണ്ട് ഞാൻ പറയട്ടെ, എത്രയോ കമന്റുകൾ പെയ്ഡ് ആയിട്ട് വരുന്നുണ്ട്. എത്രയോ കമന്റുകൾ വരും, സാധാരണപ്പെട്ട എല്ലാ കമന്റുകളും പെയ്ഡ് ആയിട്ട് ഒരുപാടുണ്ട്. ഇനി ഇതിനകത്ത് വേറൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ ഇങ്ങനെ ഒരു ഓഡിയോ റെക്കോർഡ്, അതായത് 1 മിനിറ്റോ 2 മിനിറ്റോ ഒന്നും അല്ല കേട്ടോ, 1.25 മണിക്കൂർ എന്തോ ഉള്ള 2 ഓഡിയോ റെക്കോർഡാണ് ഞാൻ പുറത്തു വിട്ടത്. ഞാനിത് അന്ന് മുതൽ 2024 ഡിസംബർ മുതൽ ഇന്നേ നിമിഷം വരെ ഞാൻ പറയുന്നു, ഇത് മഞ്ജു വാര്യരും ഞാനും തമ്മിൽ സംസാരിച്ച ഓഡിയോ റെക്കോർഡാണെന്ന് പറയുന്നു. ഇത് ഞാൻ വെറുതെ ഇരുന്ന് പറയുകയല്ല, ഫേസ്ബുക്കിൽ എഴുതുക മാത്രമല്ല, പലരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, മീഡിയാസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ പേരിൽ എന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരൊരു പബ്ലിക് ഫിഗറാണ്. ഒരു പേഴ്സണാലിറ്റിയെ പറ്റി ഞാൻ പറയുന്നു ഇങ്ങനെയാണ്. അതെന്താ പറയുന്നത്? അവരുടെ ലൈഫിന് ത്രെട്ട് ഉണ്ടെന്നും അവരുടെ മകളുടെ ലൈഫിന് ത്രെട്ട് ഉണ്ടെന്നും അവർ എന്നോട് പറഞ്ഞു എന്നാണ്. സാനൽ ഈ പറയുന്നത് പൊട്ടത്തരമാണ്, ഇയാൾ ഇങ്ങനെ, ഇത് എൻ്റേതല്ല എന്ന് ഒരു വരി അവർ പറഞ്ഞിട്ടുണ്ടോ? ആണെന്നും പറഞ്ഞിട്ടില്ല. ആണെന്ന് പറയേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് അവർക്ക് ആണെന്നോ അല്ലെന്നോ പറയാനുള്ള ഫ്രീഡം ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത് ഇവർക്ക് സ്വതന്ത്രമായിട്ട് ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്താനുള്ള ഫ്രീഡം ഇല്ല. അങ്ങനെ സ്വതന്ത്രമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയാൽ അതിപ്പോൾ സനൽകുമാർ ശശിധരൻ തെറ്റുകാരനാണെന്നോ തെറ്റുകാരനല്ലെന്നോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, സ്വതന്ത്രമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്താനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാവണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ പറയുന്നത്. പക്ഷെ അതിതുവരെ ഉണ്ടായിട്ടില്ല. ഇതിൽ ഈ കേസിൽ മാത്രമല്ല, ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പച്ചക്ക് എഴുതി വെച്ചിട്ടുണ്ട്, അതിനകത്ത് ഒരുപാട് ഓർഗനൈസ്ഡ് സെക്ഷൽ ഒഫൻസസ് നടന്നിട്ടുണ്ട്. ഇതേക്കുറിച്ച് ഇതിനകത്ത് വിക്ടിംസ് ആരെങ്കിലും പുറത്തു വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലൈഫിന് ത്രെട്ട് ഉണ്ട്, അതുകൊണ്ടാണ് ഇവർ പറയാത്തത് എന്ന് പറയുന്നുണ്ട്. അവരുടെ ലൈഫിന് മാത്രമല്ല, അവരുടെ വീട്ടുകാരുടെയും ലൈഫിന് ത്രെട്ട് ഉണ്ട് എന്ന് അവർ പറഞ്ഞിട്ടുണ്ടെന്നും അത് ഈ കമ്മിറ്റി അംഗങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട് എന്നും പച്ചക്ക് എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ എല്ലാം പുറത്തു വന്നില്ല, കുറേ പേജൊക്കെ പുറത്തു വരാത്ത പേജ് ഇതുവരെ വന്നിട്ടില്ല. ഇല്ല, അല്ല, പുറത്ത് വന്ന പേജിലാണ്. ഈ പുറത്ത് വരാത്തത് എന്തുകൊണ്ടാണ്? വളരെ ഡിഗ്നിറ്ററീസ് അതിനകത്തുള്ളത് കൊണ്ടാണ്, അതുകൊണ്ടാണ് പൂഴ്ത്തി വെച്ചേക്കുന്നത്. അല്ലെങ്കിൽ ഒരു കാര്യമില്ലല്ലോ. ഇപ്പോൾ സനൽകുമാർ ശശിധരനാണെങ്കിൽ എന്നെ പുറത്ത് വന്നതിന് അയാളുടെ ലൈഫ് അതോടെ അടയ്ക്കുമായിരുന്നല്ലോ. അത് ഈ നമ്മുടെ സൊസൈറ്റിയിൽ വേണ്ടപ്പെട്ട വലിയ രാജാക്കന്മാർ അതിനകത്തുള്ളത് കൊണ്ടാണ് അത് പുറത്തു വരാത്തത്. ഇനി ഇതിനകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പുറത്തു വന്ന റിപ്പോർട്ട് വെച്ചിട്ട് ധാരണയുണ്ട് അതാരാണെന്ന്.
അല്ല, എൻ്റെ ധാരണ അനുസരിച്ച് ഞാൻ പറയുന്നത് ശരിയല്ല. അല്ല, ഞാൻ ഞാൻ ചോദിക്കുന്നത് സ്ട്രോങ്ലി പ്രൂവിംഗ് അലിഗേഷൻ, അതുകൊണ്ട് ചോദിച്ചാണ്. അല്ല, ഞാൻ രാജാക്കന്മാരൊക്കെ ഉണ്ടെന്ന് പറയുമ്പോഴേക്കും രാജാക്കന്മാരുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ കുറച്ച് ഭാഗം മാത്രം, നിരുപദ്രവകരമായ കുറച്ച് ഭാഗം പുറത്തു വരുമെന്ന് പറഞ്ഞപ്പോൾ അമ്മ സംഘടനയുടെ തലപ്പത്തിരുന്ന മോഹൻലാൽ രാജിവെച്ചിട്ട് പോയി. എങ്ങോട്ട് പോയെന്ന് ആർക്കും അറിയില്ല. ആരോ അന്വേഷിച്ച് പറഞ്ഞു പനി പിടിച്ചിടക്കും. മോഹൻലാലിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്? അല്ല, മോഹൻലാലിലേക്ക് എനിക്ക് വിരൽ ചൂണ്ടാം, അയാളല്ല എന്ന് പറയാം. പക്ഷേ ഞാൻ പറയുന്നത് മോഹൻലാൽ ആണോ അല്ലേ എന്നുള്ളതല്ല. ഇത് ഒരു അവിടെ ഒരു സംശയമുണ്ട്. അല്ല, അവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ മോഹൻലാൽ ഉൾപ്പെടെയുള്ള വലിയ ആളുകളായതുകൊണ്ടാണ് അത് പൂഴ്ത്തി വെക്കിയത്. സനലാണെങ്കിൽ അത് പുറത്ത് വന്നതിന് എന്ന് പറഞ്ഞതിന്റെ സ്റ്റേറ്റ്മെന്റിലാണ് ഞാൻ തിരിച്ചു ചോദിച്ചത്. ഉറപ്പായിട്ടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സനൽകുമാർ ശശിധരൻ മഞ്ജു വാര്യർക്ക് ഒരു പ്രണയം കലർന്ന മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞിട്ട് 2 തവണ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരാളാണ് ഞാൻ. അത് മഞ്ജു കേസ് കൊടുത്തിട്ടാണ് അല്ല, പുറത്ത് വരാമല്ലോ. ഞാൻ പറയുന്നത് ഒരു സ്റ്റേറ്റ് ഈ ഞാൻ പറഞ്ഞു വന്നത് നടിയുടെ പരാതി അല്ല, പറഞ്ഞു വന്നത് കൂടി തീർത്തോട്ടെ. അതായത് ഈ കേസ് പിന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വന്നപ്പോൾ കുറച്ച് കംപ്ലയിൻറ്റ്സ് വന്നു. ഈ കംപ്ലയിൻറ്റ്സ് അന്വേഷിക്കാൻ വേണ്ടി ഒരു SIT രൂപീകരിച്ചു. ഈ SIT രൂപീകരിച്ചപ്പോൾ അതിനകത്ത് പറയുന്നത് ഈ ഹേമ കമ്മിറ്റിയിൽ പേരുള്ള ആരും തന്നെ വന്നിട്ട് കംപ്ലയിൻറ്റ് കൊടുത്തില്ല, അതുകൊണ്ട് അത് വൈൻഡപ്പ് ചെയ്തു. പക്ഷേ കോടതി പറയുന്നത് എന്താണ്? കംപ്ലയിൻറ്റ് കൊടുത്തില്ല എങ്കിലും നിങ്ങൾ CRPC BNSSലെ പ്രൊവിഷൻസ് അനുസരിച്ച് ചെയ്യണമെന്നാണ്. BNSSലെ പ്രൊവിഷൻസ് എന്താണ്? റേപ്പാണ് ഒഫൻസ് എന്ന് നിങ്ങൾക്ക് ഇൻറ്റിമേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ വിക്ടിമിനെ നേരിൽ പോയി കാണണം, അവരുടെ വീട്ടിൽ പോയി കാണണം, അവരുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ പിന്നെ വേണ്ടപ്പെട്ട ആളുകളുടെ കൂട്ടത്തിലിരുത്തിയിട്ട് സംസാരിക്കണമെന്നാണ്. അത് ചെയ്തിട്ടില്ല. ഇതേ സംഗതി തന്നെയാണ് മഞ്ജു വാര്യരുടെ കാര്യത്തിലും. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു മീഡിയ പ്രവർത്തകന് ഈ ബിനീഷ് ചന്ദ്രൻ ഇല്ലാത്ത അവരുടെ പിന്നെ ബ്രദറിൻ്റെയോ പിന്നെ അമ്മയുടെയോ അല്ലെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് വിശ്വാസ്യതയുള്ള ഏതെങ്കിലും പബ്ലിക് പേഴ്സണാലിറ്റീസിൻ്റെയോ കൂടെ ഇരുത്തിയിട്ട് മഞ്ജു വാര്യരെ ഇൻ്റർവ്യൂ ചെയ്യാൻ നിങ്ങൾക്ക് പ്രൊഫഷൻ ഉണ്ടോ? നിങ്ങൾക്ക് കിട്ടുമോ? നിങ്ങൾ ആരോടാ ചോദിക്കേണ്ടത്? ഞാൻ പറയുന്നു ബിനീഷ് ചന്ദ്രനാണ് ഇവരെ കൺട്രോൾ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം വിളിക്കുന്നത് ബിനീഷ് ചന്ദ്രനാണ്, മഞ്ജു വാര്യരുടെ ഇൻ്റർവ്യൂ കിട്ടുമെന്ന്. ഞാൻ ചോദിക്കും, പോലീസ് ഇവരുടെ മൊഴി എടുക്കുമ്പോൾ ബിനീഷ് ചന്ദ്രൻ്റെ കൂടെ ഇരുത്തിയാണ് മൊഴി എടുക്കുന്നത്. ഞാൻ പറയുന്നു അവരുടെ താല്പര്യമല്ലേ, അവരുടെ താല്പര്യം അല്ലെന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ മഞ്ജുവിന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ മഞ്ജു തുറന്നു പറയാത്തിടത്തോളം കാലം പ്രശ്നമല്ല. അല്ലാതെ പ്രശ്നമാണ്. ഇത് നമുക്ക് ഇതിപ്പോൾ പ്രശ്നം ഉണ്ടാവണമെന്നുള്ളത് മഞ്ജുവിന്റെ തീരുമാനമാണ് സനല്ലേ. അതായത് അതിന് മഞ്ജു ഒരു പുറത്തേക്ക് വന്നിട്ട് ഇന്ന ആൾ എനിക്കൊരു പ്രശ്നമാണെന്ന് പറയുന്നത് വരെ അത് അവരുടെ സ്വാതന്ത്ര്യമാണ്, അത് അവരുടെ റൈറ്റ് ആണ്. ആരവരുടെ കൂടെ നടക്കണം ഇല്ല. സനൽ എന്തിനാണ് ഈ വേവലാതിപ്പെടുന്നത്? അല്ലല്ലേ, എൻ്റെ വേവലാതിയല്ല. ഇതിനകത്തൊരു വലിയ ഇഷ്യൂ എന്ന് പറയുന്നത്, ഞാനൊരു പിന്നെ വളരെ വാലിഡ് ആയിട്ടുള്ള അലിഗേഷൻസ് പറഞ്ഞു. ഇൻവാലിഡ് ആയിട്ട് തോന്നിയ അലിഗേഷൻസും ഉണ്ട്. അല്ല, ഓക്കെ ആയിക്കോട്ടെ, ഇൻവാലിഡ് ആയിട്ട് തോന്നാം. ഞാനൊരു അലിഗേഷൻ പറഞ്ഞു എന്ന് മാത്രമല്ല, ഞാൻ പ്രൂഫ് സഹിതം ഞാൻ പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുത്തു. ഈ അറസ്റ്റിന് മുന്നേ, അറസ്റ്റിന് മുൻപും കൊടുത്തു, ഈ രണ്ടാമത്തെ അറസ്റ്റിന് മുൻപ് കൊടുത്തു, അതിന് ശേഷം കൊടുത്തു, ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പോൾ കൊടുത്തു. ഈ പരാതികളൊന്നും തന്നെ ഞാൻ എന്ത് പറഞ്ഞു ആയിക്കോട്ടെ, ഞാനൊരു ഭയങ്കര പൊട്ടത്തരമാണ് പറയുന്നതെന്ന് ആയിക്കോട്ടെ, പക്ഷെ ഞാൻ പറയുന്നു ഇന്ന സംഭവം ഇന്ന ദിവസം ഇന്നത് നടന്നു, ഞാൻ വിറ്റ്നസ്സാണ്, അതിന് കൂടെയുള്ള ആളുകൾ വിറ്റ്നസ്സാണ്, എൻ്റെ സിനിമ വിറ്റ്നസ്സാണ്, ഇങ്ങനെ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്, ഇതാണ് വോയിസ് റെക്കോർഡ്, നിങ്ങൾ പിന്നെ ഫോറൻസിക് ലാബിൽ അയച്ചില്ല, അതറിയാം, ഈ സ്ത്രീയെ വിളിച്ച് സംസാരിച്ചാൽ അറിയാം എന്ന് പറഞ്ഞിട്ട് ഞാൻ കംപ്ലയിൻറ്റ് കൊടുക്കുന്നു. അന്വേഷിക്കണ്ടേ? നിങ്ങളാണ് പോലീസ് ഓഫീസറെങ്കിൽ നിങ്ങൾ ഇമ്പാർഷ്യലായിട്ടുള്ള ഒരാളാണെങ്കിൽ അന്വേഷിക്കും. വെറുതെ പ്രൈമറി ഇൻഫർമേഷൻ ഒരു അന്വേഷണം നടത്തുമല്ലോ. നടത്തുമ്പോൾ എങ്ങനെ നടത്തും? ഇയാളുടെ കൂടെ ഇരുന്ന് നടത്തും. ഞാൻ പറയുന്നു ഇന്നയാളുടെ ത്രെട്ടിലാണ് അവർ ജീവിക്കുന്നത്, ആ ത്രെട്ടിലുള്ളത് കൊണ്ടാണ് അവർ മിണ്ടാത്തത് എന്ന് ഞാൻ പറഞ്ഞാൽ അയാളുടെ കൂടെ ഇരുത്തി ചോദ്യം ചെയ്യുമോ? ഇതിനകത്ത് ന്യായമായിട്ടുള്ള ഒരു അന്വേഷണവും നടന്നിട്ടില്ല ഹരി. ഞാൻ പറയുന്നത് അംഗീകരിക്കണമെന്നോ എന്നെ വാലിഡേറ്റ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഞാൻ പറയുന്ന മുഴുവനും മുഖവിലയ്ക്ക് എടുക്കണമെന്നോ അല്ല. എനിക്ക് 2019 മുതൽ ഉള്ള അനുഭവങ്ങൾ വെച്ചിട്ട് ഇന്ന കാര്യങ്ങൾ എൻ്റെ മുന്നിൽ സംഭവിച്ചു, ഇന്ന കാര്യങ്ങൾ നടന്നു. 2 തവണ എന്നെ അറസ്റ്റ് ചെയ്തു. എന്തുകൊണ്ടാണ് എന്നെ ഒരു ദിവസം പോലും ജയിലിലിടാത്തത്? ഇത്രയും എന്നെ അറസ്റ്റ് ചെയ്തത് എങ്ങനെയാണെന്നറിയാമോ? എളമക്കര പോലീസ് ഒരു ഇന്നോവ വാൻ പിടിച്ച് തിരുവനന്തപുരത്ത് വന്ന് ഒരു ഹോട്ടലിൽ താമസിച്ച് പിറ്റേ ദിവസം രാവിലെ എൻ്റെ ലൊക്കേഷൻ ട്രേസ് ചെയ്തിട്ടാണ് എന്നെ അറസ്റ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് 2020 റെയിൽവേ സ്റ്റേഷനിലായിരുന്നു. അല്ല, സെക്കൻഡ് ഞാൻ ബോംബെയിൽ വരുമ്പോൾ ബോംബെയിൽ വെച്ചിട്ട് എന്നെ തടഞ്ഞു വയ്ക്കുകയായിരുന്നു ചെയ്തേ. ബോംബെയിൽ ഒന്ന് തടഞ്ഞു വെച്ചിട്ട് എന്നെ അവിടെ പിടിച്ചിരുത്തിയിട്ട് ഞാൻ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ പിടിച്ചിരുത്തിരിക്കുന്നത് ചോദിക്കുമ്പോൾ, നിങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി ഒരു ടീം വരുന്നു എന്നാണ് പറയുന്നത്. ഏത് ടീം അറിയില്ല. ഞാനത് പബ്ലിക് ആക്കുമ്പോഴാണ് അറിയുന്നത് എളമക്കര പോലീസ് സ്റ്റേഷനിൽ നിന്ന് കുറച്ച് പേര് എന്നെ കൊണ്ടുപോകാൻ വേണ്ടി വരുന്നു എന്ന്. എന്നിട്ട് ഇവർ കൊണ്ടുപോന്നിട്ട് എന്താ ചെയ്യുന്നത്? അവർ എയ്റോപ്ലെയിനിലാണ് വരുന്നത്. ഈ ഒരു ഒഫൻസിന് എന്നെ പിടിക്കാൻ വേണ്ടി എയ്റോപ്ലെയിനിൽ പിടിച്ചാൽ വരുന്നത്.
എന്നിട്ട് ഞാനിത് പബ്ലിക് ആക്കിയപ്പോൾ അവരത് ട്രെയിനിലാക്കി. ഒരാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 24 മണിക്കൂറിനകത്ത് കോടതിയിൽ ഹാജരാക്കണം. 48 മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല. ഇവിടെ കൊണ്ടുവന്ന് എളമക്കര കൊണ്ടുവന്ന് ആലുവ മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ എന്നെ ഹാജരാക്കുമ്പോൾ രാത്രി 2:30 എന്തോ ആണ്. അവരിത് നോക്കിയിട്ട് അവർ പോലീസുകാരോട് ഫയർ ചെയ്യാണ്. നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. എന്തിനാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്, എന്തിനാണ് ഇപ്പോൾ ഇയാൾ ഇവിടെ കൊണ്ടുവന്നതെന്നാണ് ചോദിക്കുന്നത്. അതായത് സ്റ്റേഷൻ ബെയിലിൽ വിട്ടയക്കാവുന്ന ഒരാളെ ഇത്ര വലിയ സന്നാഹത്തോടെ ഇത്ര വലിയ ഇതിൽ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യാൻ എന്താണ് കാര്യം? അതായത് സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറയുന്നത് പുറത്തു വരരുത്, ഞാൻ തുടർന്നത് പറയരുത്, ഇത് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. ഇത് എത്രയോ കാലത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു മീഡിയ ഫ്ലോറിൽ ഇരുന്ന് ഞാൻ സംസാരിക്കുന്നത് ഈ കാര്യം. ഒരാൾ പോലും എന്നോട് ഇത് എന്താണെന്ന് ചോദിച്ചിട്ടില്ല. ചോദിക്കണ്ടേ? ഞാൻ ചോദിക്കുന്നത് ഇത് എനിക്ക് കുറേ കാലം വലിയ പ്രചരണം ഉണ്ടായിരുന്നത് ഞാൻ മാനസികമായിട്ട് എന്തോ പ്രശ്നത്തിലാണ്, ഹലൂസിനേഷനിലാണ് എന്നാണ്. ഞാൻ മയക്കുമരുന്ന് അടിമയായി പോയി, മാനസിക രോഗിയാണ്, എന്തൊക്കെയോ പറഞ്ഞു നടക്കുന്നത്. അതല്ലേ പ്രശ്നം. എനിക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും? ഞാൻ ഓരോ ആളുകളുടെ അടുത്ത് പോയിട്ട് ഞാൻ ഭ്രാന്തല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് കണക്കാക്കുന്ന ഇവനെന്തോ പ്രശ്നമുണ്ടെന്നല്ലേ? എങ്ങനെ ഇത് ഞാൻ ചോദിക്കുന്നത്, ഇതിനെങ്ങനെ കൗണ്ടർ ചെയ്യാൻ പറ്റും? പ്രവൃത്തിയിലാണ് ആളുകൾക്ക് ആ ചോദ്യം വരുന്നത്. അല്ലാതെ സനൽ കഞ്ചാവ് അടിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ ഹാലൂസിനേഷനിലാണെന്നുള്ള തോന്നലൊന്നും ആവശ്യമില്ല. സനലിന്റെ പ്രവൃത്തിയിൽ സനൽ ഈ നിരന്തരമായി ഒരു നടിയുടെ പുറകെ ഇങ്ങനെ അവരെ വേട്ടയാടുന്ന പോലെ ഇങ്ങനെ നടക്കുക, ഞങ്ങൾ പ്രണയത്തിലാണെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് ഇയാൾക്ക് വേണ്ടതെന്നുള്ള സ്വാഭാവിക ചോദ്യമാണ് ആളുകൾക്കുള്ളത്. ആ ചോദ്യം ചോദിക്കണ്ടേ? ഞാൻ ചോദിക്കുന്ന ആ ചോദ്യം നിങ്ങൾ ചോദിക്കൂ, ഞാൻ ഉത്തരം പറയാം. ആ ചോദ്യം അവരോട് ചോദിക്കൂ, അവരുത്തരം പറയട്ടെ. ഇതിനകത്ത് മഞ്ജു ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ സംസാരിച്ചിട്ടില്ലല്ലോ. സംസാരിക്കണമല്ലോ. ഞാൻ പറയുന്നത് എന്നെ അവിടുന്ന് പിന്നെ ബോംബെയിൽ നിന്ന് കൊണ്ടുവരുന്ന വഴിക്ക് ഒരു പോലീസുകാരൻ പറഞ്ഞത്, സാർ എന്താണ് നിങ്ങൾ തമ്മിൽ പ്രശ്നം? നിങ്ങൾ തമ്മിലിരുന്ന് സംസാരിച്ച് തീർന്ന കാര്യമല്ലേ ഉള്ളൂ. ഇതുപോലത്തെ ഒരു കേസ് ഞങ്ങളുടെ സ്റ്റേഷനിൽ വരികയാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും വിളിക്കും. എന്താ പ്രശ്നം? നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ? നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ? തീർന്നു. ഇങ്ങനെ നിങ്ങൾ എന്തുകൊണ്ട് വിളിച്ചിരുത്തി സംസാരിക്കുന്നില്ല എന്നാ ചോദിക്കുന്നത്. വാലിഡ് ക്വസ്റ്റ്യൻ അല്ലേ? എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല? സനൽകുമാർ ശശിധരൻ എന്തെങ്കിലും എനിക്കറിഞ്ഞിട്ട് ആഗോള റേപ്പിസ്റ്റ് ആണോ? കണ്ടു കഴിഞ്ഞാൽ ഓടിച്ചെന്നിട്ട് റേപ്പ് ചെയ്യും, അങ്ങനെയോ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ പറയുന്നത് അങ്ങനെ ഒരു മീറ്റിംഗ് പോലീസ് ഓഫീസേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല, ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ചോദിച്ചിരുന്നു അവരോട് എന്തുകൊണ്ട് അവർ വിളിക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ എന്തായിരുന്നു? ചോദിച്ചു എന്ന് മാത്രമല്ല, എന്നെ ആദ്യം അറസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ ഒപ്പീനിയൻ ചോദിക്കുമ്പോൾ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്, ഇന്ന കാരണങ്ങളാണുള്ളത്. ഈ പറയുന്ന കാര്യങ്ങൾ അന്വേഷിക്കണ്ടേ? ഞാൻ ചോദിക്കുന്നത് സനലിന്റെ പരാതിക്ക് അപ്ഡേറ്റും ഫോളോ അപ്പും ചോദിക്കാമല്ലോ. ആ ചോദിക്കുമ്പോൾ എന്താ മറുപടി? അവരത് അന്വേഷിക്കാൻ തയ്യാറല്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് അവരുടെ മറുപടി എന്തായിരുന്നു? അതാണ് അന്വേഷിക്കില്ല എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ കഴിഞ്ഞ മെയ് മാസം അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഹയർ ഒഫീഷ്യൽസിലേക്ക് പരാതി ഫോർവേഡ് ചെയ്യാലോ. പോയി ഞാൻ ഇപ്പോൾ ലാസ്റ്റ് ഈ മെയ് 23-ാം തീയതി മുഖ്യമന്ത്രിക്കും പിന്നെ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കും ഞാനൊരു പരാതി മെയിലായിട്ട് അയച്ചു. ഒരു മറുപടിയില്ല. ജൂൺ 23-ാം തീയതി ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് പരാതി ഡയറക്റ്റ് കയ്യിൽ കൊണ്ടു കൊടുത്തു. അദ്ദേഹം ഇത് വാങ്ങി, ഞാനിത് കാര്യം പറഞ്ഞു, അന്വേഷിക്കാൻ പറഞ്ഞിട്ട് ഒപ്പിട്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അസിസ്റ്റൻ്റ് ഉണ്ട്, ഹബീബ് എന്ന് പറഞ്ഞിട്ട്, അയാളിത് കയ്യിൽ വാങ്ങി. എന്നിട്ട് എന്നോട് പറഞ്ഞു, സാർ ഒപ്പിട്ടതായതുകൊണ്ട് കയ്യിൽ തരാൻ പറ്റില്ല, ഞാൻ നമ്പർ വിളിച്ച് പറഞ്ഞുതരാം. 15 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ അയാളെ വിളിച്ചു, നമ്പർ ഇല്ല. ഞാൻ വേറൊരു സോഴ്സ് വഴി ഞാൻ അന്വേഷിച്ച് പറയുന്നു, ഈ പരാതി അവിടുത്തെ കമ്പ്യൂട്ടറിലില്ല, എൻട്രി ചെയ്തിട്ടില്ല. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ഞാൻ ചോദിക്കുന്നത് ഇത് അന്വേഷിക്കണ്ടേ? എന്തായിരുന്നു കംപ്ലൈൻറ്റ്? എന്താ എൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത്, ഞാൻ 2019 ഞാനും മഞ്ജു വാര്യരും ചേർന്നിട്ട് ഒരു സിനിമ ചെയ്തിട്ടുണ്ട്. ആ സിനിമ പുറത്തിറങ്ങാത്തതിൻ്റെ കാരണം അന്വേഷിച്ച് പോയപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ബ്ലോക്കായി. പിന്നീട് എനിക്ക് മനസ്സിലാവുന്നു ഇവർ കുറച്ച് ആളുകളുടെ ക്ലച്ചസിലാണെന്ന് മനസ്സിലായി. ഇവരെല്ലാം ചേർന്നിട്ട് ഒരു ഗൂഢാലോചന നടത്തിയിട്ടാണ് എനിക്കെതിരെ കേസ് ഉണ്ടാക്കിയിരിക്കുന്നത്. എൻ്റെ ലൈഫ് ത്രെട്ടിലുണ്ട്, ഇവരുടെ ലൈഫ് ത്രെട്ടിലുണ്ടെന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട്. ഇതേപ്പറ്റി അന്വേഷിക്കണം. വാലിഡായിട്ടുള്ള കംപ്ലൈൻ്റ് അല്ലേ? ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ അന്വേഷിച്ചിട്ട് പറയൂ ഇയാൾക്ക് ഭ്രാന്താണ്. നിങ്ങൾ ഒരാളോട് ചോദിക്കൂ. ഞാൻ പറയുന്നു ഇന്ന ആളുകൾ. രണ്ടാമത്തെ കംപ്ലയിൻറ്റ് എനിക്കെതിരെ ഉണ്ടായിരിക്കുന്ന കംപ്ലയിൻറ്റ് എവിടുന്ന് പോയിരിക്കുന്നത്, ഒരു ശാന്തി മായാദേവി എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റ് ഡ്രാഫ്റ്റ് ചെയ്തൊരു കംപ്ലയിൻറ്റ് മഞ്ജു വാര്യരുടെ ഇമെയിൽ വഴി എളമക്കര പോലീസ് സ്റ്റേഷനിലേക്ക് ഡയറക്റ്റായിട്ട് അയച്ചിട്ടാണ് ആ പരാതി FIR എടുത്തിരിക്കുന്നത്. FIR എടുക്കുമ്പോഴും അതിൽ DCPക്ക് കോപ്പി ഉണ്ടായിരുന്നതുകൊണ്ട് DCP അതിൽ തടഞ്ഞു വെച്ചു. കാരണം എന്ന് വെച്ചാൽ ഇത് ഫ്ലിംസി ആയിട്ടുള്ള കംപ്ലയിൻ്റാണ്, വളരെ ഫ്ലിംസി ആയിട്ടുള്ള കംപ്ലയിൻറ്റ്. അമേരിക്കയിൽ ഞാൻ ഇരിക്കുന്നു, ഞാൻ ഇവരെ ശാന്തി മായാദേവി സ്ക്രിപ്റ്റ് റൈറ്റർ ആണോ എനിക്കറിയില്ല, അവരെന്തൊക്കെ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്, സ്ക്രിപ്റ്റ് റൈറ്ററാണ്. ഞാനിത് പറഞ്ഞിട്ട് ഇവരുടെ പേര് പറഞ്ഞിട്ടാണ് കംപ്ലയിൻറ്റ് കൊടുക്കുന്നത്. എൻ്റെ ഫേസ്ബുക്കിൽ ഇപ്പോഴും ഉണ്ട്. ഫസ്റ്റിൽ പിൻ ചെയ്തിരിക്കുന്നത് ശാന്തി മായാദേവി, ബിനീഷ് ചന്ദ്രൻ എന്നിവരൊക്കെ കൂടി ചേർന്നിട്ട് ഗൂഢാലോചന നടത്തിയ കേസെന്നാണ് പറഞ്ഞിട്ട് പിൻ ചെയ്തിരിക്കുന്നത്. അന്വേഷിക്കണ്ടേ?
ഒരു കംപ്ലൈൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അന്വേഷിക്കണ്ടേ? അന്വേഷണം ഇല്ല. എന്താ നെക്സ്റ്റ് സ്റ്റെപ്പ്? എന്ത്? എനിക്കൊന്നും അറിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നമുക്ക് പറഞ്ഞത് ഹോം മിനിസ്റ്ററിന്റെ എൻ്റെ അടുത്ത് വരെ സിസ്റ്റം പോയി അതെ എന്ന് പറയുമ്പോഴേക്കും വാട്ട് ഇസ് യുവർ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് അല്ല സ്വാഭാവികമായിട്ടും ഞാൻ ചോദിക്കും. ചോദിക്കുന്നത് നമ്മൾ ഡെമോക്രസിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളെന്ന് വെച്ചാൽ നമുക്ക് ആളുകളെ ട്രസ്റ്റ് ചെയ്യേ പറ്റുള്ളൂ. ഉം. ഓക്കെ, മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്നു, അന്വേഷിക്കാൻ പറയും. പിന്നെ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൊടുക്കുന്നു, അന്വേഷിക്കാൻ പറയും. അന്വേഷിക്കുന്നില്ല എങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പറയുന്നത്, ഞാനൊരു ഫിലിം മേക്കറാണ്. നിങ്ങൾ പറയുന്നു എൻ്റെ സിനിമകൾ കാണാൻ ആളുകൾ താല്പര്യപ്പെടുന്ന ഒരു ഫിലിം മേക്കറാണ് ഞാൻ. പറയുന്ന എല്ലാ സെൻസ് അല്ലെങ്കിൽ ഞാൻ പറയട്ടെ, എനിക്ക് അങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ വരുമ്പോൾ അയാളൊരു കംപ്ലയിൻറ്റ് കൊടുക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് അന്വേഷിക്കണ്ടേ? ഇത്രയോ ഈ പ്രിവിലേജ്, എനിക്കൊരു പ്രിവിലേജ് ഉണ്ടെന്ന് ഞാൻ കരുതുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഈ പ്രിവിലേജ് ഇല്ലാത്ത എത്രയോ മനുഷ്യർ ഈ ലോകത്തുണ്ട്, നമ്മുടെ കേരളത്തിലുണ്ട്. ഇവരുടെ കംപ്ലയിൻറ്റ് എന്ത് ചെയ്യും? എത്ര കംപ്ലയിൻറ്റ് ഇങ്ങനെ പൊഴുത്തിട്ടുണ്ടാവും? ഞാൻ ചോദിക്കുന്നത്, എന്താ അവരോട് നിങ്ങൾ എന്ത് ചോദിക്കും? എന്താ നെക്സ്റ്റ് സ്റ്റെപ്പ്? ഇതിൽ പലരുമാണ് ആത്മഹത്യ ചെയ്യുന്നത്. ഇവരാണ് ജീവിക്കാൻ വഴിയില്ല, ജീവിതം അടഞ്ഞു പോകുന്നത്. ഒരു പോയിന്റിൽ ഞാൻ അങ്ങനെ എത്തിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല. ചെയ്യേണ്ടതെല്ലാം ചെയ്തു. ഞാൻ ഇന്നസെൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി, ഒരു മനുഷ്യൻ്റെ ബേസിക് റൈറ്റാണ്. അയാളാണ് എന്ന് ലോകത്തിൻ്റെ മുന്നിൽ ജീവിക്കുന്നത് അയാളുടെ റൈറ്റാണ്. ഇപ്പോൾ ഹരി പുറത്തിറങ്ങുമ്പോൾ ഇത് ഹരിയല്ല, ഇത് ഒരു ഭയങ്കര കോടും ക്രിമിനലാണെന്ന് കുറേ പേര് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ഇവിടുന്ന് പുറത്തിറങ്ങുമ്പോൾ പറയുന്നു, ഓ ഇയാൾ ക്രിമിനലാണ് കേട്ടോ, എല്ലാവരും നിങ്ങളോട് തിരിഞ്ഞു നിൽക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ നിങ്ങൾക്ക് പറയാവുന്നത് ഞാനല്ല എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ട്രൈ ചെയ്യലേ പറ്റുള്ളൂ. സെയിം സിറ്റുവേഷനാണ് എൻ്റേത്. 2019 മുതൽ ഈ സംഭവമാണ് എനിക്കെതിരെ ഇങ്ങനെ പ്രചരണം, വളരെ വൃത്തികെട്ട രീതിയിലുള്ള പ്രചരണം. എൻ്റെ വീട്ടുകാരെ കണ്ട് പോലീസുകാർ പറയുകയാണ്, ഇയാളുമായിട്ട് കോൺടാക്ട് ചെയ്യരുത്, ഇയാൾ ഹാലൂസിനേഷനിലാണ്, ഇയാൾക്ക് പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾ ഇയാളുമായിട്ട് സഹകരിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് പ്രശ്നത്തിലാണെന്ന് പറയുന്നു. എൻ്റെ വീട്ടുകാർ എന്നോട് കുറേ കാലം പേടിച്ച്. ഞാൻ ഒറ്റ ചോദ്യം ചോദിച്ചോട്ടെ, നിങ്ങൾ പ്രണയത്തിലാണെന്ന് പറയുമ്പോൾ മഞ്ജു പറഞ്ഞിട്ടുണ്ടോ ഞാൻ തന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്, റിലേഷൻഷിപ്പിലാണെന്ന്? ഉറപ്പായിട്ടും. അതല്ലേ ഞാൻ പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഒരു ഇൻഫാക്ച്വേഷൻ ആണോ അല്ലെങ്കിൽ ഒരു വൺ സൈഡ് ലവ് ആണോ, ഓർ നിങ്ങൾ വളരെ മ്യൂച്വൽ ആയിട്ട് എടുക്കുന്ന എനിക്ക് അതിനൊരു ക്ലാരിഫിക്കേഷൻ വേണം തോന്നി, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ചോദിക്കുന്നത്. ഞങ്ങൾ 1-2 വർഷം ഇന്റർമീഡിയൻ്റ് ആയിട്ട് സംസാരിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഇന്റിമേറ്റ് ആയിട്ട് സംസാരിക്കുന്നതിനെ കുറിച്ച് അല്ല ഞാൻ പറയുന്നത് ഇതേ കാര്യം, ഞങ്ങൾ പ്രേമത്തിലായിരുന്നു. ഇപ്പോൾ എനിക്കറിയില്ല, ഞാൻ പറഞ്ഞത് 2024 ഡിസംബറിന് ശേഷം എനിക്കറിയില്ല. 2024 ഡിസംബറിന് ശേഷം അവരെവിടെയാണ് നിൽക്കുന്നതെന്നോ അവരുടെ മനസ്സെന്താണെന്നോ അവരുടെ മനസ്സിലിപ്പോൾ എന്താണെന്നോ എനിക്കറിയില്ല. പ്രേമം എന്ന് പറയുന്നത് ഒരാളിരുന്നിട്ട് എങ്കിൽ പിന്നെ എനിക്കിപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഓൺ സൈഡിൽ എനിക്കിപ്പോഴും പ്രേമത്തിലാണെന്ന് പറയാം. എനിക്കറിയില്ല, അത് ഞങ്ങൾ കണ്ടാലേ അറിയാൻ പറ്റും. ഓക്കെ, ഇപ്പം സനിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് ഈ നടി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവത്തിൽ ആ സമയത്ത് മഞ്ജുവിന് മൊഴി രേഖപ്പെടുത്തിയപ്പോഴാണ് ആ ടീം ഡിസ്ബാൻഡ് ചെയ്തത്. അതർ ദാൻ ദാറ്റ് അങ്ങനെ ഒരു ത്രെട്ട് ഉണ്ടാവാനുള്ള തോന്നലുണ്ടോ? അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് മഞ്ജുവിനുണ്ടാകുന്ന ത്രെട്ട് ഉണ്ടായിട്ട് തോന്നുന്ന റീസൺസ് എന്താണെന്നാണ്? അല്ല, തോന്നിയത് മാത്രമല്ല, അവരെന്നോട് പറഞ്ഞിട്ടുണ്ട്, ത്രെട്ട് ഉണ്ട് എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവരുടെ ദിലീപിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ദിലീപിൻ്റെ പേരൊന്നും അവർ പറഞ്ഞിട്ടില്ല. പിന്നെ അവരുടെ മകളുടെയും അവരുടെയും ലൈഫിന് ത്രെട്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ത്രെട്ട് ഉണ്ട് എന്ന് എന്നോട് ഒരാൾ പറയുകയാണ്, എൻ്റെ ജീവിതത്തിന് ത്രെട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കും ആരുടേതാണ് എന്നുള്ളതാണ്. സനിലിന്റെ ഭാഗത്തുനിന്ന് ഒരു ചോദ്യം ഉണ്ടായില്ലേ? ചോദ്യം ഉണ്ടായി. അപ്പം എന്തായിരുന്നു മറുപടി? ഇവർ പറയുന്നതെന്ന് വെച്ചാൽ ഇവരുടെ ശബ്ദം പുറത്തു വന്ന് കൊല്ലപ്പെടും എന്നുള്ള അവസ്ഥയിലാണ് ശബ്ദം മാറ്റി സംസാരിക്കുന്നത്. അവരുടെ അവർ പറയാണ്, ഞാനും നീയും തമ്മിൽ സംസാരിച്ചു എന്നറിഞ്ഞാൽ ഞാൻ കൊല്ലപ്പെടും എന്ന് പറയുന്ന ഭീതിയിൽ ജീവിക്കുന്ന ഒരു സ്ത്രീ, അവരുടെ ശബ്ദം മാറ്റി സംസാരിക്കുന്ന ഒരു സ്ത്രീ, അവരുടെ ഐഡന്റിറ്റി മാറ്റി സംസാരിക്കുന്ന ഒരു സ്ത്രീ. ഞാൻ സത്യം പറയട്ടെ, അല്ല ചോദ്യം മനസ്സിലായി. ഞാൻ പറയുന്നത്, ഞാനിപ്പോൾ വന്നിട്ട് ഇത് പറയാൻ നിർബന്ധിതനായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിലുണ്ടല്ലോ ഞാനത് പറയുമ്പോൾ ഞാൻ നിങ്ങൾ പറഞ്ഞല്ലോ ഈ വോയിസ് റെക്കോർഡ് അവരുടെ ആയിരിക്കണമെന്നില്ല എന്നൊക്കെ പറഞ്ഞല്ലോ. ഈ വോയിസ് റെക്കോർഡ് ഞാൻ ആദ്യം എന്താ ചെയ്തെന്നറിയുമോ, ഇവരുടെ ബ്രദറിനാണ് അയച്ചു കൊടുക്കുന്നത്. ഇവരുടെ ബ്രദറിന് അയച്ചു കൊടുത്തു, മമ്മൂട്ടിക്ക് അയച്ചു കൊടുത്തു, കുറച്ച് അവരുടെ അടുപ്പുള്ള ആളുകൾക്ക് അയച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു, ഞങ്ങൾ തമ്മിൽ സംസാരിക്കുകയായിരുന്നു, ഇത് ഇവരുടെ വോയിസ് ക്ലിപ്പാണ്, ഇതിനകത്ത് ഇവരുടെ ത്രെട്ട് ഉണ്ടെന്നാണ് പറയുന്നത്, നിങ്ങൾ അന്ന് അന്വേഷിക്കണം. ഞാൻ ഈ അയച്ചു കൊടുത്തപ്പോൾ എൻ്റെ വാട്സപ്പ് ബ്ലോക്കായി, വാട്സപ്പിലേക്ക് എൻ്റെ ബ്ലോക്കായി. ആ രീതിയിലാണ് സർവൈലൻസ്. ആ സമയത്താണ് ഞാൻ ഫേസ്ബുക്കിൽ ഇത് ഇടുന്നത്. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ 1-2 പേര് മാത്രം അറിയുകയും ഇവരും ഞാനും തമ്മിൽ കോൺടാക്റ്റിലുണ്ടെന്ന് അറിയുകയും ചെയ്തു കഴിഞ്ഞാൽ, ഇവർ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ജീവിതകാലം മുഴുവനും എന്നെ ഹോണ്ട് ചെയ്യുന്നൊരു കാര്യമായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് ഫേസ്ബുക്കിൽ എഴുതുന്നത്.
ഫേസ്ബുക്കിൽ എഴുതിയിട്ട് സിമ്പിൾ അല്ലേ? ഫേസ്ബുക്കിൽ എഴുതുമ്പോൾ ഇത് പത്രങ്ങൾ ഒരുപാട് റിപ്പോർട്ട് ചെയ്യുന്നു, ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നു, അവർക്ക് ഒരു വാക്ക് കൊണ്ട് ഇയാൾ വെറുതെ പറയുന്നതാണ് എനിക്കറിയില്ല. അല്ലെങ്കിൽ ഇവർക്ക് എന്നെ വിളിക്കാം, സനൽ എവിടെയുണ്ട്, എന്താണ് ഈ കാണുന്നത്, തീർന്നു ഇല്ലേ? ഇതിലെന്താണ് പ്രശ്നം? സനൽ ഇപ്പോഴും എൻ്റെ ചോദ്യത്തിന് മറുപടി കിട്ടിയില്ല. പറയും. ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ ഒരു ത്രെട്ട് ഉണ്ട് എന്ന് മഞ്ജു സനലിനോട് നേരിട്ട് വന്ന് പറയുമ്പോൾ ആരാണ് ആ പിന്നിലുള്ള ത്രെട്ട് എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ട് ഉയരേണ്ടതാണ്. അത് ആരാണെന്നുള്ളത് മഞ്ജു പറഞ്ഞതാണ് ചോദ്യം. അല്ല, അതല്ലേ പറഞ്ഞത്, അവർക്ക് അങ്ങനെ പറയാനുള്ള ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ സംസാരിച്ചിട്ടില്ല. ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഹരി, ഞാൻ അമേരിക്കയിലായിരിക്കുമ്പോൾ ഇവരുടെ രാത്രി, ഇവരുടെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് രാത്രി ഒളിച്ചും പാത്തുമാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അപ്പോൾ പോലും വളരെ ഹസ്കിയായിട്ടാണ് സംസാരിക്കുന്നത്. അവർ പറയുന്നത് ഞാനും ഇങ്ങനെയാണ്, ഞാനും നീയും സംസാരിച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം കൊല്ലപ്പെടും എന്നാണ് പറയുന്നത്. അത്രയും വലിയ ത്രെട്ട് ഉണ്ടെന്നാണ് പറയുന്നത്. എന്നിട്ട് ഞാനിത് പറയുമ്പോൾ ഇവർ ആ ത്രെട്ടിലാണെന്ന് പറയുകയും ഇന്ന ആളുകൾ ഉണ്ട് എന്ന് പറയുകയും ചെയ്യുമ്പോൾ അവരെ കൂടെ തന്നെയാണ് ഇപ്പോഴും അവരുള്ളതെന്ന് മനസ്സിലാക്കണം. ഈ പറയുന്ന ബിനീഷ് ചന്ദ്രനാണ് ഇപ്പോഴും അവരുടെ കൂടെ ഉള്ളത്, ഈ ത്രെട്ട് ഉണ്ടെന്ന് പറയുന്ന ആൾ. അയാളെ മാറ്റി നിർത്തിയിട്ട് ഒരു ചോദ്യം പോലും ആരും ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ തമാശ. ഒരു ചോദ്യം പോലും. ഇത് മാത്രമല്ല, ഇതിനകത്ത് എന്തൊക്കെ അസ്വാഭാവികതകളുണ്ടെന്നറിയാമോ? ഇവർ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാക്കാൻ്റെ പ്രധാന കാരണം മഞ്ജു വാര്യരാണ്. WCC ഉണ്ടായതിൻ്റെ പ്രധാന കാരണം മഞ്ജു വാര്യരാണ്. ഒരു സുപ്രഭാതത്തിൽ ദിലീപിന് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയതിന് ശേഷം ഇവരാദ്യം നിന്നൊക്കെ പോയി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇവർ ഒന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നത്, WCCയിൽ ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. ഇതിനെപ്പറ്റി ഒരു വാക്ക് പോലും ഇവർ മിണ്ടുന്നില്ല. അങ്ങനെ മിണ്ടാതിരിക്കുമോ? പെട്ടെന്ന് ഒരാൾ ദോഷം അറിയുമ്പോഴും അറിയാമായിരിക്കുമല്ലേ? ഞാൻ സസ്പിഷൻ തോന്നുന്നുണ്ട്. പിന്നല്ലേ, ഉറപ്പല്ലേ? അതിനെന്ത് സംശയം? എന്തുകൊണ്ട് അവർ സംസാരിക്കുന്നില്ല? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അവരും കൂടി ചേർന്നിട്ടുണ്ടാക്കിയ ഒരു സാധനമാണ് ഹേമ കമ്മിറ്റി എന്ന് പറയുന്ന സംഗതി. അതിനകത്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വന്നപ്പോൾ മലയാള സിനിമയിൽ ഇങ്ങനെ ഒരു റാക്കറ്റ് ഉണ്ടെന്നൊക്കെ പച്ചയ്ക്ക് പുറത്ത് വന്ന സമയത്ത് പത്രക്കാർ അവരോട് ചോദിക്കും, മിണ്ടുന്നില്ല. എന്തുകൊണ്ടാണ് മിണ്ടാത്തത്? ഇവരൊന്നും മിണ്ടാത്ത ആളാണോ? എന്തുകൊണ്ടാണ് മിണ്ടാത്ത? അവരൊരു പേഴ്സണാലിറ്റി അല്ലേ, അവർ ആർട്ടിസ്റ്റ് അല്ലേ, പബ്ലിക് ഫിഗർ അല്ലേ? ഏത് പ്രതികരിക്കണം തീരുമാനിക്കണം മഞ്ജു അല്ലേ? അല്ല, ഇതാണ് പ്രശ്നം. ഇത് പ്രതികരിക്കണമെന്ന് തീരുമാനിക്കുന്നവരായിക്കോട്ടെ, പക്ഷേ പ്രതികരിക്കണമെന്ന് തീരുമാനിക്കുന്നത് വേറെ ആരെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണെങ്കിലോ? ഞാൻ പറയുകയാണ്, ഈ എങ്കിലോ എന്നുള്ള ചോദ്യത്തിൻ്റെ എങ്കിലോ എന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ വഴിപോക്കനല്ലല്ലോ. ഞാൻ പറയുന്നത് 2019 ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്, 2020 ഞങ്ങൾ സിനിമ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്, ഞങ്ങൾ ഇത്ര കാലം കോണ്ടാക്റ്റിലുണ്ടായിരുന്നു, ഇതിന് ശേഷം ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഒറ്റ ചോദ്യം, അവർക്ക് സനലിനോട് സംസാരിക്കാനോ ആ ബന്ധം തുടരാനോ താല്പര്യമില്ല എങ്കിൽ അവർക്ക് അവരുടെ വഴി വിടുക എന്നുള്ളത് തന്നെയല്ലേ? ഉറപ്പായിട്ടും. പിന്നെ വൈ ആർ യു ബിഹൈൻഡ് ഹെർ? അല്ല, ഞാൻ അവരുടെ പിന്നാലെ അല്ലല്ലോ. ആണല്ലോ. എന്താണ് ഹരി പറയുന്നത്? ലാസ്റ്റ് അറസ്റ്റ് ആ മുംബൈയിൽ വെച്ച സമയത്ത് പോലും വീഡിയോട് സനൽ സംസാരിക്കാൻ ഞങ്ങൾ പ്രണയത്തിലാണ്, ഇത് ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ട്, ഇത് തന്നെയാണ് ആവർത്തിക്കുന്നത്. ഇത് വർഷങ്ങളായി. അതെ, ആലോചിച്ചു. അല്ല, 2025 സെപ്റ്റംബർ മാസത്തിൽ ഞാൻ ഇവിടെ വരുമ്പോൾ ഞാൻ പറയുന്നത് 2024 ഡിസംബറിൽ ഞങ്ങൾ സംസാരിച്ചിരുന്ന കാര്യമാണ് പറയുന്നത്. ഞങ്ങൾ പ്രണയത്തിലായിരുന്നു. ശരി, ആ ബന്ധം ഇപ്പൊ കണ്ടിന്യൂ ചെയ്യാൻ മഞ്ജുവിന് താല്പര്യമില്ല എങ്കിൽ പറയണ്ടേ? എന്നോട് പറയുന്നത് സർവൈലൻസിലാണ്, അവർക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. എന്നിട്ട് ഇപ്പൊ പറയുന്നു അവർ തന്നെ പറയട്ടെ. അതിന്റെ ഔചിത്യം എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ പറയട്ടെ, ഹരിയോട് ഒരു സ്ത്രീ പറയുന്നു, നിങ്ങൾ തമ്മിൽ ഒരു റിലേഷൻഷിപ്പിലുണ്ട്, നിങ്ങൾ തമ്മിൽ പ്രേമത്തിലായിരുന്നു. അവർ പറയുന്നു, ഞാൻ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൊല്ലപ്പെടും, യു വെയിറ്റ്. എന്നോട് എങ്ങനെയാ പറയുന്നത്? യു നീഡ് ആൻ ആൻസർ. ഇതാണോ വേണ്ടേ? ഉറപ്പായിട്ടും വേണ്ടേ? ഞാൻ ചോദിക്കുന്നത്, അത് പബ്ലിക് ഇഷ്യൂ അല്ല. അത് പബ്ലിക് ഇഷ്യൂ അല്ല. അതിൽ എനിക്ക് അവർ ആൻസർ പറയണമെന്നോ ഒന്നും ഒരു പബ്ലിക് ഇഷ്യൂ അല്ല. ഞാൻ പറയുന്നത് ഇവരുടെ ലൈഫ് ത്രെട്ടിലാണെന്ന് ഇവർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. 2, എനിക്കെതിരെ കേസ് കൊടുത്തത് ഇവരല്ല എന്ന് ഇവർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടും പബ്ലിക് ഇഷ്യൂ ആണ്. പിന്നെ ആര് ആ കേസ് ഫയൽ ചെയ്തത്? പിന്നെ ആരെന്നുള്ളത് സനൽ അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം സനലിനുണ്ടല്ലോ. 2026 മെയ് മാസത്തിൽ ഞാൻ മുഖ്യമന്ത്രിക്ക് അയച്ച പരാതിയിൽ ഞാൻ കൃത്യമായിട്ട് പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ബിനീഷ് ചന്ദ്രൻ, ശാന്തിമായ ദേവി, ഇങ്ങനെയുള്ള ആളുകളുടെ പേര് പറഞ്ഞിട്ട് ഇവർ ചേർന്നിട്ട് കൊളൂസീവായിട്ട് ചെയ്തിട്ടുള്ള ഒരു കേസാണിതെന്ന് പറഞ്ഞിട്ടുണ്ട്. അന്വേഷിക്കണ്ടേ? മഞ്ജു അറിയാതെ പറഞ്ഞിട്ടുണ്ട്, അന്വേഷിക്കണ്ടേ? ഇനി 2022 എനിക്കെതിരെ കൊടുത്ത കേസിൽ ഒരു 164 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഒരു അന്വേഷിച്ചോട്ടെ. ഇപ്പൊ സർക്കാർ മാറിയല്ലോ. നേരത്തെ ആഭ്യന്തരമന്ത്രി പിണറായി വിജയൻ അല്ലേ ഇപ്പൊ രമേശ് ചെന്നിത്തലയാണ്. ഞാൻ പറയുന്നത് 2 സർക്കാരിൽ നിന്നും ഇതുപോലെ സെയിം. അതെ, ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു കാര്യത്തിൽ
ഒരു സർക്കാർ മാറിയിട്ടും ഒരു കാര്യവും നടക്കുന്നില്ല. പോലീസും എല്ലാം സെയിം ഇത്. എന്തുകൊണ്ടാണത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇതൊരു സിമ്പിൾ ഇഷ്യൂ അല്ലേ ഹരി? ഒന്ന് ആലോചിച്ച് നോക്കൂ. രണ്ട് മനുഷ്യർ തമ്മിലുള്ള ഇഷ്യൂ അല്ലേ? ഒരു അന്വേഷണം നടത്തിക്കൂടെ? പോലീസ് രണ്ടുപേരെ വിളിച്ചിരുത്തി സംസാരിച്ചൂടെ? ഇങ്ങനെ ഒരു ഇഷ്യൂ അല്ലേ? നിങ്ങൾ എന്താ പ്രശ്നം? ഞാൻ ഭയങ്കര ഒരു അഗ്രസീവായിട്ടുള്ള വളരെ വയലൻ്റ് ആയിട്ടുള്ള ഒരു മെൻ്റൽ പേഷ്യൻ്റ് ആണോ? എങ്കിൽ ശരി, അയാളുമായിട്ട് സംസാരിക്കാൻ പറ്റില്ല. അങ്ങനെ ഇല്ലല്ലോ. ഓക്കെ, സംസാരിച്ചൂടെ? രണ്ടുപേരെ വിളിച്ചിട്ട് എന്താണ് ഇഷ്യൂ? ഇയാൾ കുറേ കാലമായിട്ട് പറയുന്നുണ്ടല്ലോ, ഇതുണ്ടോ? ഇനി അതും പോട്ടെ, കോടതിയിൽ വന്നവർക്ക് പറയാമല്ലോ. കോടതിയിൽ കേസ് നടക്കുന്നു, കോടതിയിൽ തെളിവ് കൊടുക്കുക. അല്ലെങ്കിൽ തെളിവ് കൊടുത്തിട്ടില്ല, ഹിയറിങ്ങിന് വിളിപ്പിക്കില്ലേ? ഹിയറിംഗിൽ വിളിക്കുക, തെളിവ് കൊടുക്കണ്ടേ? തെളിവില്ല, കേസ് നിൽക്കില്ലല്ലോ. കേസ് നിൽക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഇങ്ങനെ പബ്ലിക്കായിട്ട് ഇങ്ങനെ ഹരാസ് ചെയ്ത് ഇങ്ങനെ അറസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഡിഫൈം ചെയ്തിട്ട് കേസ് നിൽക്കില്ല എന്ന് പറഞ്ഞ് ഒരു ദിവസം മജിസ്ട്രേറ്റ് എഴുതി തള്ളി കഴിഞ്ഞാൽ എനിക്കുള്ള ഗ്രീവൻസ് ഒക്കെ പോകും. ഞാൻ ചോദിക്കുന്നത്, സനൽ കേസ് കൊടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ അത് ഹിയറിങ്ങിന് വിളിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമല്ലോ. അല്ല, ഞാൻ കേസ് കൊടുത്തിരിക്കുന്ന അന്വേഷിക്കുന്ന പോലുമില്ല. ഞാൻ കൊടുത്തിരിക്കുന്ന കേസ് അന്വേഷിക്കുന്ന പോലുമില്ല. ഞാൻ ചോദിക്കുന്നത്, അവർ കൊടുത്തിരിക്കുന്ന കേസിൽ ഇപ്പോൾ പിന്നെ കോടതിയിൽ വന്നിരിക്കുന്ന ചാർജ് ഷീറ്റിൽ തെളിവിൻ്റെ ഒരു തുണ്ട് പേപ്പർ പോലും ഇല്ല. എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത മൊബൈൽ ഫോൺ തിരിച്ചു തരാൻ കോടതി ഉത്തരവിട്ടിട്ട് ആ ഉത്തരവ് നടപ്പാക്കുന്നില്ല. അതായത് അവരുടെ കയ്യിൽ ഫോൺ ഉണ്ടാവില്ല. ഇപ്പോഴാ ഫോണില്ല, തന്നിട്ടില്ല. എനിക്ക് കോടതി ഉത്തരവിട്ടിട്ട് തന്നിട്ടില്ല. ഇപ്പോൾ 6-7 മാസമായി, ഇതുവരെ തന്നിട്ടില്ല. റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന സാധനമില്ലേ? അക്കൗണ്ടബിലിറ്റി ഇല്ലേ സർക്കാരിനും പോലീസിനും ഒക്കെ? അത് ആരെ ചോദ്യം ചെയ്യുക? ഇതിപ്പോൾ സനൽകുമാർ ശശിധരൻ്റെ മാത്രം ഇഷ്യൂ ആണോ? ഇങ്ങനെ എത്ര കേസിൽ നടക്കും? അതാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്കൊരു അത്യാവശ്യം ഒരു പ്രിവിലേജ് ഉള്ളതുകൊണ്ട് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഇതില്ലാത്ത എത്രയോ മനുഷ്യരുണ്ട്. ഇവരെ കൂടെയൊക്കെ എങ്ങനെയാണ് കാണിക്കുന്നത് ഇവർ? അത് ചോദ്യം ചെയ്യേണ്ടതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇതൊരു വളരെ, നിങ്ങൾ വിചാരിക്കുന്ന ഒരു വലിയ ഇഷ്യൂ ഒന്നും അല്ല ഇതിനകത്ത്. എനിക്കെതിരെ റേപ്പ് കേസില്ല, എനിക്കെതിരെ മൊളസ്റ്റേഷൻ കേസില്ല, ഞാൻ ഇവരെ വേറെ ഏതെങ്കിലും രീതിയിൽ ഹരാസ് ചെയ്തൊന്നും കേസില്ല. ആകെ കൂടെ എനിക്കെതിരെ കേസ് ഞാൻ വാട്സപ്പിലും ഫേസ്ബുക്കിൽ എഴുതിയത് പോലും കേസില്ല കേട്ടോ, അറിയാമോ? ഞാൻ ഫേസ്ബുക്കിൽ എഴുതിയതൊന്നും കേസിൻ്റെ ഭാഗമായിട്ടല്ല. എനിക്കെതിരെയുള്ള കേസ് വാട്സപ്പിലും ഇമെയിലിലും ഞാൻ അവർക്ക് പ്രണയ മെസ്സേജ് അയച്ചു എന്നാണ് കേസ്. അതിന് തെളിവില്ല. ഞാൻ ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുന്നത് ഇവരുടെ ലൈഫിന് ത്രെട്ട് ആണ് എന്ന് എഴുതിയിരിക്കുന്നത് കൊണ്ട് അത് കേസിൻ്റെ ഭാഗമല്ല. കാരണം അത് അന്വേഷിക്കേണ്ടി വരും. അന്വേഷിച്ച് കഴിഞ്ഞാൽ സത്യം പ്രൂവ് ചെയ്യപ്പെടും. ഇതിനകത്ത് വേറെ ഒരു ഇഷ്യൂ ഇല്ല. ഇതിനകത്ത് ഇത് അന്വേഷിക്കുന്നില്ല, അന്വേഷിക്കാൻ താല്പര്യമില്ല, ഈ കാര്യം ചർച്ച ചെയ്യാൻ സമൂഹത്തിന് താല്പര്യമില്ല. ഇത് ചർച്ച ചെയ്യരുത് എന്ന് പറയുന്നത് കൊണ്ടാണ് ഞാൻ നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഹരി ചോദിച്ചല്ലോ, ഞാൻ എന്തിനാണ് നിരന്തരം എഴുതിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഞാൻ മാത്രമേ ഈ ഇഷ്യൂ സംസാരിക്കുകയുള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. വേറെ ഒരാളും ഇത് അന്വേഷിക്കുന്നില്ല. കോടതി അന്വേഷിക്കില്ല, പോലീസ് അന്വേഷിക്കില്ല, സർക്കാർ അന്വേഷിക്കില്ല, പത്രക്കാരന്വേഷിക്കില്ല, ഇവരുടെ ബ്രദറോ മദറോ അന്വേഷിക്കുന്നില്ല. അപ്പം എനിക്ക് മാത്രമേ ഇത് എൻ്റെ കോസ് കൂടിയാണ്. എൻ്റെ കോസ് എന്ന് പറയുന്നത്, ഒന്ന്, എനിക്ക് അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ഇപ്പോൾ എനിക്കറിയില്ല, അതിൻ്റെ സ്റ്റേറ്റസ് എനിക്കറിയില്ല. പക്ഷേ എന്നാലും എൻ്റെ ഒരു കൊളീഗ് എന്നുള്ള നിലയിൽ പ്രണയം, അത് നമുക്ക് അറിയാൻ പറ്റില്ല. പ്രണയം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മനുഷ്യർ, എനിക്ക് തന്നെ അറിയില്ല. ഞാൻ വെറുതെ കള്ളം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അതായത് രണ്ട് മനുഷ്യർ തമ്മിലുള്ള ഒരു കണക്ഷനാണ് പ്രണയം എന്ന് പറയുന്നത്. അത് നമ്മൾ സംസാരിക്കുമ്പോഴും ഞാൻ പരിചയം ഉണ്ടായിരുന്ന ആളെക്കാളും എത്രയോ മാറിയ ഒരു മനുഷ്യനാണ് എൻ്റെ മുന്നേ നിൽക്കണമെങ്കിൽ എനിക്ക് പ്രണയം ഉണ്ടാവില്ല. മഞ്ജുവിൻ്റെ ലൈഫിന് ഇപ്പോഴും ത്രെട്ട് ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്? ത്രെട്ടുണ്ട്, ലൈക്ക് ദിസ് മൊമെൻറ്റ്. ഉറപ്പായിട്ടും. അത് മഞ്ജുവിൻ്റെ ലൈഫിന് മാത്രമല്ല, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള ഒരുപാട് സ്ത്രീകളുടെ ലൈഫിന് ത്രെട്ടുണ്ട്. അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരാതിരിക്കുന്നതിൻ്റെ കാരണവും, അത് പുറത്തു വരാതിരിക്കാൻ ഇത്രയും വലിയ സന്നാഹങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കാരണവും അത് തന്നെയാണ്. അതുകൊണ്ടാണ് ഒരു സ്ത്രീകളും മിണ്ടാത്തത്. അതല്ലേ ഞാൻ പറഞ്ഞു എന്നാണ്, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ SIT രൂപീകരിച്ചിട്ട് അതിനകത്ത് പറഞ്ഞത് BNSSൻ്റെ 173 ഒന്നാണ് ആ ആക്ട് ഒരു സെക്ഷൻ അനുസരിച്ച് അന്വേഷിക്കണമെന്ന്. അതായത് അവരുടെ വീട്ടിൽ പോയി കണ്ടു ചോദിക്കണമെന്ന്. ആ വകുപ്പ് ആ സെക്ഷൻ ഇൻവോക്ക് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതിയിൽ പോയി ഇവിടുത്തെ ഉള്ള ആളുകൾ, ഒരു സജിമോൻ പാറയിലും അയാളെ പിന്തുണച്ചുകൊണ്ട് അയാൾക്ക് ലോക്കൽ സ്റ്റാറ്റി ഇല്ലയെന്ന് വരുമെന്നുള്ളതുകൊണ്ട് മാലാപാർവതി ഉൾപ്പെടെയുള്ള ആളുകൾ സുപ്രീം കോടതിയിൽ പോയിട്ട് എന്നിട്ട് ആ കേസ് തോറ്റു. അത് വേറെ കാര്യം. ഈ എൻ്റെയർ SITയുടെ ആക്ഷൻ നിർത്തിവെച്ചു, ഇനി അന്വേഷിക്കേണ്ടതെന്ന്. എന്താണ് ഈ നടക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു സ്റ്റേറ്റിൽ ലോ ആൻഡ് ഓർഡർ നടത്തേണ്ട ഒരു സ്റ്റേറ്റിൽ ഇതാ സംഭവിക്കുന്നത്. പിന്നെ നിങ്ങൾ എവിടെ ചെന്ന് പറയും? നിങ്ങൾക്ക് ഇനി ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ല ഗുണ്ടകളാരെങ്കിലും വല്ല കാശ് കൊടുത്തിട്ട് ഇങ്ങനെ ഒരു സംഭവമുണ്ട്, വാ നമുക്ക് ചോദിക്കാം എന്ന് പറയാനേ പറ്റുള്ളൂ. അല്ലാതെ ലോ ആൻഡ് ഓർഡർ എൻഫോഴ്സ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലാണെങ്കിൽ വേറൊന്നും അല്ല, പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു കഴിഞ്ഞാൽ മതി, ഇങ്ങനെ ഒരു സംഭവമുണ്ട്, അന്വേഷിക്കണം. പോലീസുകാർ പോയി അന്വേഷിക്കും. നടക്കുന്നില്ല, അത്ര മാത്രമേ ഞാൻ പറയുന്നുള്ളൂ.
സിനിമയിലേക്ക് വരുമ്പോൾ എന്താ സിനിമയിൽ ഞാൻ പറയുന്നത്, എൻ്റെ സിനിമ എന്ന് പറയുന്നത് ഞാനൊരു സ്റ്റാറിനെ വെച്ചെടുക്കുന്ന സിനിമയല്ല, ഞാനൊരു കഥ ഓറിയൻ്റ് ചെയ്ത് എടുക്കുന്ന സിനിമയല്ല. എൻ്റെ ട്രൂത്ത്, എൻ്റെ വിഷൻ, അതാണ് ഞാൻ പിന്നെ സിനിമയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് എന്നെ ഞാനല്ലാത്ത ഒരാളാക്കി പ്രതിഷ്ഠിച്ചിട്ട് ഞാൻ സിനിമ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. നിങ്ങൾ കാക്കയെ പിടിച്ച് കൊക്കാക്കിയിട്ട് കാക്കയെ പോലെ നിങ്ങൾ ശബ്ദിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. എനിക്ക് എൻ്റെ ഐഡൻറ്റിറ്റി ഉണ്ട്. അല്ല, എൻ്റെ സിനിമ ചെയ്യണമെങ്കിൽ ഞാൻ ഇതിൻ്റെ ട്രൂത്ത് പ്രൂവ് ചെയ്യണം, സത്യം പുറത്ത് വരണം. ഇല്ലാതെ ഞാൻ സിനിമയില്ല. കാരണം അതല്ല എൻ്റെ വേ ഓഫ് ഫിൽം മേക്കിംഗ്. ഞാൻ അല്ലാതെ പറഞ്ഞിട്ട് കാര്യം എന്താ ചോദിക്കുന്ന? പല ആർട്ടിസ്റ്റുകൾ ഇപ്പോഴും ഇപ്പം വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടാവുന്നവരുണ്ടാവാം, ഇല്ലാത്തവരുണ്ടാവും, സ്റ്റാർസ് ഉൾപ്പെടെയുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. പക്ഷേ അല്ല, സ്റ്റാർസിൻ്റെ, എനിക്ക് സിനിമ ചെയ്യാൻ സ്റ്റാർസിൻ്റെ ആവശ്യമില്ല. ഇല്ല, സി യു പ്രൂവ് ദാറ്റ്. അതൊന്നുമില്ല ഞാൻ പറയുന്നത് വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടാവും, കൊളാബറേറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടാവുന്നതിന് കേസ് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അല്ലാതെ സ്റ്റാർസിന്റെ കൂടെ സനൽകുമാർ ശശി വർക്ക് ചെയ്യുന്നത് അത് ഞാൻ പറഞ്ഞത്. എനിക്ക് സിനിമ ചെയ്യാനുള്ള സാഹചര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. ഫിസിക്കലി കാശ് തരാൻ തയ്യാറായുള്ള ആളുകളുണ്ട്. എനിക്ക് അധികം കാശ് വേണ്ട സിനിമ എടുക്കാൻ. അതൊന്നുമല്ല പ്രശ്നം. എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്, എൻ്റെ ഒരു വിഷനുണ്ട്. ഞാനെന്ന് പറയുന്ന ആളെ പറ്റി എനിക്കൊരു വിഷനുണ്ട്. ആ ആളല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സിനിമ ചെയ്യുന്നത് ബേസിക്കലി ആർക്ക് വേണ്ടിയാണ്? സൊസൈറ്റിയിലാണ് സിനിമ കാണിക്കേണ്ടത്. നിങ്ങൾ സിനിമ ചെയ്യുന്നതല്ല സ്വന്തമായിട്ടിരുന്ന് കാണാൻ വേണ്ടിയല്ലല്ലോ. അത് ഏതൊരു ആർട്ടും, നിങ്ങൾ പടം വരയ്ക്കുകയാണെങ്കിൽ പോലും സൊസൈറ്റി കാണുമ്പോഴാണ് നിങ്ങളുടെ പടം പൂർത്തിയാവുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇതിൽ സനൽകുമാർ ശശിധരൻ എന്ന് പറയുന്ന ഒരു മൊളസ്റ്റർ, ഒരു എന്താണ്, അങ്ങനെ ഒരാൾ സിനിമ ചെയ്തിട്ട് എന്ത് ചെയ്യാനാണ്? അത് കാര്യമില്ല. ഓക്കെ, ഫൈനൽ ക്വസ്റ്റ്യൻ. കയറ്റം ഇപ്പോഴും ഇപ്പം എന്താണ് അതിൻ്റെ അവസ്ഥ? ഇപ്പം മഞ്ജു അതിനൊരു ഗ്രീൻ സിഗ്നൽ തന്നാലേ അതിനുമായിട്ട് മുന്നോട്ട് പോകുന്നുള്ളൂ. ഞങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. ഞാൻ ലാസ്റ്റിൽ എൻ്റെ ഒരു സുഹൃത്ത് ആ പടം തിയേറ്ററിൽ റിലീസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവരെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ ആ സമയത്ത് അവർ പറഞ്ഞു ഇവരുടെ മാനേജറുമായിട്ട് കോൺടാക്ട് ചെയ്യാനാണ് പറഞ്ഞത്. മാനേജറുമായിട്ട് ഈ ടോക്ക് നടക്കുന്ന സമയം ഈ ഇടയ്ക്ക് ഒരു 5-6 മാസമായിട്ടുള്ളൂ. ഓക്കെ, മാനേജറുമായിട്ട് കോൺടാക്ട് ചെയ്തപ്പോൾ അയാൾ റെസ്പോൺസ് ഇല്ല. അത് ബിനീഷ് അല്ല, എന്തോ ജിനു എന്നോ അങ്ങനെ എന്തോ ഒരാളാണ്. റെസ്പോൺസ് ഇല്ല. അതല്ലേ പറഞ്ഞത്, ഞങ്ങൾക്ക് പരസ്പരം കാണാനോ ഈ കാര്യങ്ങൾ സംസാരിക്കാനോ ഉള്ളൊരു സാഹചര്യം ഇല്ല. ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിയിൽ ഇതില്ല എന്ന് പറഞ്ഞാൽ നാണക്കേടാണ്. നിങ്ങൾ സംസാരിക്കുന്നത് 50 വയസ്സായ ഒരാളോടാണ്. എനിക്ക് ഓൾമോസ്റ്റ് നിയറിങ് 50. അങ്ങനെ ഒരാൾക്ക് അതേ പ്രായമുള്ള ഒരാളോട് പരസ്പരം സംസാരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, ഞാൻ അവരെ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ അവരെ ഒരു വാക്ക് പോലും മോശമായിട്ട് പറഞ്ഞിട്ടില്ല, ഇന്നേ നാൾ വരെ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരാളോട് പരസ്പരം സംസാരിക്കുന്ന, അതും പ്രത്യേകിച്ച് ഒരു സിനിമ, ഒരു ആർട്ട് മെറ്റീരിയലിൻ്റെ കാര്യം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. 2019 ഇത്രയും സ്ട്രഗിൾ എടുത്ത് ചെയ്ത ഒരു സിനിമ ഇതുവരെയും പുറത്തിറങ്ങിയിട്ടില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. അത് പുറത്ത് വരാത്തതിൻ്റെ കാരണം എന്താ അറിയില്ല, പുറത്ത് എന്ന് വരുമെന്നറിയില്ല, അതേപ്പറ്റി മിണ്ടുന്നില്ല. എന്തുകൊണ്ട്? ഇത് എൻ്റെ ക്വസ്റ്റ്യൻ അല്ല. ഇത് ചോദിക്കേണ്ടത് സൊസൈറ്റിയാണ്. ഞാൻ പറയുന്നത് ഇതൊരു സനൽകുമാർ ശശിധരൻ ആരാണ്? അയാൾ നാളെ മരിച്ചു പോകും ചിലപ്പോൾ. ഞാൻ ചോദിക്കുന്ന സൊസൈറ്റിയിൽ ഇതൊരു വാലിഡ് ക്വസ്റ്റ്യനാണ്. അത് ചോദിക്കണം. ആര് ചോദിക്കും? ഓക്കെ, ഐ തിങ്ക് എനിക്ക് ചോദിക്കാനുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ടായിരുന്നു. ഐ തിങ്ക് ഐ എം ഡൺ വിത്ത് ദാറ്റ്. സോ സനൽ, ഇഫ് യു വാണ്ട് ടു ആഡ് സംതിങ് ലാസ്റ്റ്. ഇല്ല, ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ് തളർന്നു. ഞാനൊരു 2019 മുതൽ ഞാൻ പറഞ്ഞു തുടങ്ങിയതാണ്. ഈ സിനിമ ചെയ്തതിന് ശേഷം എന്നെ ടാർഗറ്റ് ചെയ്തിട്ട് എൻ്റെ ക്രെഡിബിലിറ്റി ഇല്ലാതാക്കുമെന്ന് വെച്ചാൽ, ഞാൻ പറയുന്ന വിഷയത്തിൽ ട്രൂത്ത് ഉള്ളതുകൊണ്ട് അതിൽ ആളുകൾ പോകരുത് എന്ന് വിചാരിച്ചിട്ടാണ് എൻ്റെ ക്രെഡിബിലിറ്റി ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. ഞാൻ ഫ്രോഡാണ്, ഞാൻ ഈ പറയുന്നത് പോലെ മൊളസ്റ്ററാണ്. എൻ്റെ ഈ ചോല എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയ സമയത്ത് അതൊരു ഫാൻറ്റസി ഓഫ് ദി ഫിലിം മേക്കർ, റേപ്പ് ഫാൻറ്റസി ഓഫ് ദി ഫിലിം മേക്കർ എന്ന് പറഞ്ഞിട്ടൊരു പ്രചരണം നടന്നു. ആ രീതിയിൽ ഒരാളെ അയാളല്ലാത്ത ഒരു മോൺസ്റ്ററാക്കിയിട്ട് എന്താ പറയുന്നത്, അങ്ങനെ ആക്കി മാറ്റിയ ഒരു സൊസൈറ്റിയിൽ അതല്ല ഞാൻ ഞാൻ ഈ പറയുന്നത് സത്യം, ഇത് കേൾക്കൂ എന്ന് പറഞ്ഞ് ഓരോ ദിവസം പറയുന്നവർ നിങ്ങൾ ചോദിക്കുന്നത് തന്നെ, അത്ര കാലം മുതൽ നിങ്ങൾ എന്തിനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. എനിക്കത് പറയാന്ന് വെച്ചാൽ എൻ്റെ ഞാൻ എത്ര കാലം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചോദിച്ചാൽ പേഴ്സണൽ കാര്യം കൊണ്ട് മാത്രം, സംസാരിക്കാൻ താല്പര്യമില്ലാതെ വരുമ്പോൾ അയാളെ ഹേർട്ട് ചെയ്യുന്ന തരത്തിൽ എന്തിനാണ് മുന്നോട്ട് പോകുന്നത് മാത്രമാണ് ചോദിക്കുന്നത്. ഇത് എംബെഡഡ് ആണ്. ഈ പേഴ്സണൽ ഇഷ്യൂ എന്ന് പറയുന്നത് ഇതിനകത്ത് എംബെഡഡ് ആണ്. കാരണം ഞങ്ങൾ തമ്മിലുള്ള ഈ കോൺടാക്റ്റ് വന്നതിന് ശേഷമാണ് ഇവരുടെ ഈ ഒരു അവസ്ഥ പുറത്ത് പറയാൻ കാപ്പബിൾ ആയിട്ടുള്ള ഒരാളുണ്ടാവരുത് എന്ന് വിചാരിച്ചിട്ടാണ് എന്നെ ഡിസ്ട്രോയ് ചെയ്യുന്നത്. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എനിക്ക് ആ പ്രിവിലേജ് ഉള്ളതുകൊണ്ടാണ്. ഇത് ഇങ്ങനെ ഒരാൾ വരില്ല. ഇത് ഞാൻ പറയട്ടെ, ഈ ഇഷ്യൂ അറിയാവുന്നുള്ള ഒരുപാട് പേരുണ്ട്. ഒരു വാക്കാരും മിണ്ടില്ല.
കാരണം എനിക്കറിയാം, ഞാനൊരു എക്സാമ്പിളാണ്. 2019 ശേഷം എൻ്റെ ലൈഫിൽ എന്താ മഞ്ജു സംഭവിച്ചത് വാര്യറിന് അടുത്ത സുഹൃത്തുക്കളെ നമുക്ക് സിനിമാ മേഖലയിൽ നിന്ന് അറിയാവുന്നത് മിണ്ടില്ല. കുറച്ച് പേരാണ്. കുഞ്ചാക്കോ ബോബൻ, ആരും രമേശ് മിണ്ടില്ല. പിഷാരടി ഇവർക്കൊക്കെ ഉൾപ്പെടെയുള്ളവരുമായിട്ടാണ് അറിയാം. കാണുന്നത്. ഇവർക്കൊക്കെ അറിയാം. അവരാരും മിണ്ടില്ല, ഒരു വക മിണ്ടില്ല. അത് എന്തിനു പറയണേ? അവരുടെ അമ്മയോ ബ്രദറോ പോലും മിണ്ടില്ലല്ലോ. അതവരെന്നോട് പറഞ്ഞിട്ടുണ്ട്. ആരും മിണ്ടില്ല, നീ മാത്രമേ മിണ്ടുള്ളൂ എന്ന്. അതും സത്യമാണ്, ആരും മിണ്ടില്ല. ഇങ്ങനെ ആരും മിണ്ടരുതെന്നും മിണ്ടാൻ വോയിസ് ഉള്ള ഒരാൾ ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ടാണ് അമ്മയോട് ടാർഗറ്റ് സംസാരിച്ചിട്ടുണ്ട് താങ്കൾ? വളരെ മുൻപ്. അതിനുശേഷം ഇപ്പോഴൊന്നും സംസാരിക്കാൻ ഒരു ഫോൺ പോലും എടുക്കില്ല. ഓക്കെ. സോ ഈ പരാതിയായിട്ട് മുന്നോട്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പ്രസ് മീറ്റിൽ സംസാരിച്ചിരിക്കുന്നത് പ്രസ് മീറ്റിൽ സംസാരിച്ച് ഇത്ര കാലം ഞാനിത് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഇതിനൊരു തീർപ്പുണ്ടാവണം. എനിക്കെതിരെ ഒരു കേസുണ്ട്, ഞാനൊരു പരാതി കൊടുത്തിട്ടുണ്ട്, ഇതിനൊരു തീർപ്പുണ്ടാവണം, അത് അന്വേഷിക്കണം, ആ തീർപ്പുണ്ടാവണം എന്നുള്ള പറഞ്ഞിട്ട് പിന്നെ അടൂർ സാർ ഉൾപ്പെടെയുള്ള ആളുകൾ എൻഡോഴ്സ് ചെയ്തിരിക്കുന്നതാണ് ഈ ഇത് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ. സോ സിനിമ അപ്പം ഇതിലൊരു തീരുമാനം ഉണ്ടാവില്ല, കൈവയ്ക്കില്ല, അത് ഉറപ്പിച്ചു. താങ്ക് യു സനൽ, താങ്ക് യു സോ മച്ച്. താങ്ക്സ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.